بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل من قبل هدى للناس وأنزل الفرقان إن الذين كفروا بآيات الله لهم عذاب شديد والله عزيز ذو انتقام إن الله لا يخفى عليه شيء في الأرض ولا في السماء هو الذي يصوركم في الأرحام كيف يشاء لا إله إلا هو العزيز الحكيم هو الذي أنزل عليك الكتاب منه آيات محكمات هن أم الكتاب السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد. പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തെക്കുറിച്ച് പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും അറിയേണ്ട ഏതാനും കാര്യങ്ങളുടെ അവതരണമാണിത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. നമ്മുടെയും അവിശ്വാസിയുടെയും ഇടക്കുള്ള വ്യത്യാസം നിസ്കാരം ഒഴിവാക്കലാകുന്നു എന്ന നബിവചനം നിസ്കാരത്തിൻ്റെ ഗൗരവം വ്യക്തമാക്കുന്നു. ഒരാൾ മനഃപൂർവ്വം നിസ്കാരം ഉപേക്ഷിച്ചാൽ അയാളെ 6400 വർഷം നരകത്തിലിട്ട് ശിക്ഷിക്കുമെന്ന് നബിവചനങ്ങളിൽ കാണാം. അന്ത്യനാളിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് നിസ്കാരത്തിൻ്റെ കാര്യത്തിലാണ്. അതിൽ 100% മാർക്ക് നേടിയവൻ വിജയിച്ചു, മറിച്ചാണെങ്കിലോ പരാജയം തീർച്ച. 5 നേരത്തെ നിസ്കാരമാണല്ലോ നമുക്ക് നിർബന്ധമുള്ളത്. ഇതിൽ പ്രഭാതത്തിൻ്റെ ആരംഭത്തിൽ നിർവഹിക്കുന്നതാണ് സുബഹി നിസ്കാരം. 2 റക്അത്താണിത്. ഉച്ച നേരത്തുള്ളത് ളുഹർ, 4 റക്അത്താണ്. ശേഷം അസർ, അതും 4 റക്അത്ത്. സന്ധ്യാനേരത്തുള്ള മഗ്രിബ് 3 ശേഷമുള്ള ഇശാ 4 റക്അത്തുകളാണ്. മൊത്തം 17 റക്അത്ത്. എന്താണ് 17ൻ്റെ രഹസ്യം? മനുഷ്യൻ ഉണർന്നിരിക്കുന്ന സമയം മിക്കവാറും 17 മണിക്കൂറായിരിക്കും. ഉണർച്ചയിലാണല്ലോ തെറ്റുകൾ സംഭവിക്കുക. ഓരോ മണിക്കൂറിലെയും പാപങ്ങൾ ഓരോ റക്അത്തുകൾ കൊണ്ട് പരിഹരിക്കപ്പെടുന്നു. നിസ്കാരത്തിൻ്റെ അറബി വാക്ക് സ്വലാത്ത് എന്നാണ്. നിസ്കാരത്തിൽ ധാരാളം പ്രാർത്ഥനകൾ ഉൾക്കൊണ്ടതുകൊണ്ടാവാം ഈ പേര് ലഭിച്ചത്. തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ഏതാനും വാക്കുകളുടെയും പ്രവൃത്തികളുടെയും സമാഹാരമാണ് നിസ്കാരം. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് ഞാനൊരു സുഹൃത്തിനെ പരിചയപ്പെടുത്തട്ടെ. പേര് കലാം. കമ്പ്യൂട്ടർ ഓപ്പറേറ്ററാണ്. സത്യസന്ധനും നിഷ്കളങ്കനുമൊക്കെയാണ്. നിസ്കരിക്കണമെന്നും അറിയാം. പക്ഷേ കമ്പ്യൂട്ടറിന് മുന്നിലിരുന്നാൽ എല്ലാം മറക്കും. എന്നിട്ടോ രാത്രി 5 നിസ്കാരവും ഒന്നിച്ച് ഖളാ വീട്ടും. എങ്ങനെയുണ്ട്? ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന പലരിലും ഇത്തരം രീതികൾ കാണാം. മിക്കവാറും ആളുകൾ മഗ്രിബ് ഖളാ ആക്കുന്നത് പതിവായിട്ടുണ്ട്. ചില സഹോദരികളും നിസ്കാരം ഖളാ ആക്കുന്നത് നിസ്സാരമായി കാണുന്നവരാണ്. ഷോപ്പിങ്ങിനും കല്യാണത്തിനും പോയി നിസ്കാരം ഒഴിവാക്കുന്നത് എന്തുമാത്രം കുറ്റകരമാണെന്നോ. നിസ്കാരം സമയത്തെ വിട്ട് പിന്തിക്കാൻ പാടില്ല. എന്നാൽ 3 കാരണങ്ങളെ കൊണ്ട് പിന്തിപ്പോയാൽ കുറ്റമില്ല. അതിലൊന്നാണ് മറവി. മറന്നാൽ പിന്നെ എന്തു ചെയ്യും? ഓർമ്മ വന്നയുടൻ ഖളാ വീട്ടുക തന്നെ. രണ്ടാമത്തേത് ഉറക്കമാണ്. നിസ്കാര സമയമാകും മുമ്പ് ഉറങ്ങിപ്പോയി. സമയം കഴിഞ്ഞ ശേഷമാണ് ഉണർന്നത്. ഉണർന്നയുടൻ ഖളാ വീട്ടുകയാണ് പരിഹാരം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സമയമായിട്ടാണ് ഉറങ്ങിയതെങ്കിൽ അവൻ കുറ്റക്കാരനാകും തീർച്ച. മൂന്നാമത്തെ ഇളവ്, ജംആക്കാൻ വേണ്ടി യാത്രക്കാരന് വൈകിക്കാവുന്നതാണ്. 2 നിസ്കാരങ്ങളെ ഒരുമിച്ച് നിർവഹിക്കുന്നതിനാണ് ജംഅ് എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇത് പിന്നീട് വിശദീകരിക്കാം. നിസ്കാരം എന്നത് പ്രപഞ്ചനാഥനുമായുള്ള മുനാജാത്ത് അഥവാ കൂടിക്കാഴ്ചയാണ്. നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ മുന്നിലാണെന്ന ഓർമ്മ വേണം. നാം അവനെ കാണുന്നില്ലെങ്കിലും അവൻ നമ്മെ കാണുന്നുണ്ട്. അലസനായോ അശ്രദ്ധവാനായോ നിൽക്കരുത്. മനസ്സിന് നല്ല ഏകാഗ്രത വേണം. കളിയും ചിരിയും ഒന്നും പാടില്ല. വർത്തമാനവും തിരിഞ്ഞുനോട്ടവും അരുത്. വിനീത വിധേയനായി പ്രപഞ്ചനാഥനോട് മനസ്സ് തുറക്കുകയാണ് നാം. മൊബൈൽ ഫോൺ ഓഫാക്കാൻ മറക്കരുത്. വൈബ്രേഷൻ തരംഗം പോലും നമ്മുടെ ചിന്തയെ അവതാളത്തിലാക്കും. ഇടയ്ക്കൊരു കാര്യം പറയട്ടെ.
നിസ്കരിച്ചു കൊണ്ടിരിക്കെ നമ്മുടെ ലാൻഡ് ഫോൺ റിങ് ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക. ആ ഫോൺ എടുക്കാൻ അടുത്തൊന്നും ആരുമില്ല. നിസ്കരിക്കുന്നയാൾ ചിന്തിക്കുന്നു, ഈ നിസ്കാരം മുറിച്ച് ആ ഫോൺ എടുത്താലോ എന്ന്. പിന്നെ വേണ്ടെന്ന് വെച്ചാൽ പോലും ആ ചിന്ത കൊണ്ട് തന്നെ നിസ്കാരം അസാധുവാകും. മനസ്സിലായില്ലേ? നിസ്കാരം മുറിക്കണമോ വേണ്ടയോ എന്ന് സംശയിച്ചാൽ നിസ്കാരം ബാത്തിലാണ്. ഉറപ്പില്ലാത്തവൻ്റെ നിസ്കാരം അള്ളാഹുവിന് ആവശ്യമില്ലെന്ന്. അപ്പോൾ നിസ്കാരത്തിൽ എത്രമാത്രം അടക്കവും ഒതുക്കവും വിനയവും വേണമെന്ന് മനസ്സിലായല്ലോ. മാത്രമല്ല, നിസ്കാരം സാധുവാകണമെങ്കിൽ 5 ഷർത്തുകളുണ്ട്. അനിവാര്യമായ നിബന്ധനക്കാണ് ഷർത്ത് എന്ന് പറയുന്നത്. നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ 1 ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക എന്നതാണ്. 2 നിസ്കരിക്കുന്നവൻ്റെ ദേഹം, വസ്ത്രം, നിസ്കാര സ്ഥലം എന്നിവ നജസ്സിൽ നിന്ന് ശുദ്ധിയായിരിക്കുക. 3 മറക്കാൻ കൽപ്പിക്കപ്പെട്ട ശരീരഭാഗങ്ങൾ മറക്കുക. 4 നിസ്കാരത്തിൻ്റെ സമയമാവുകയും ആയി എന്ന് ബോധ്യമുണ്ടാവുകയും ചെയ്യുക. 5 കിബിലയിലേക്ക് മുന്നിടുക. ഇതിൽ ഓരോന്നും ചെറുതായി വിശദീകരിക്കാം. വുളു മുറിയുന്ന കാര്യങ്ങളുണ്ടായാൽ ചെറിയ അശുദ്ധിയുണ്ടായി. വുളു എടുക്കുന്നതോടെ അതിൽ നിന്ന് ശുദ്ധിയാവാം. കുളിക്കൽ നിർബന്ധമായ കാര്യങ്ങളുണ്ടാകുന്നതിനാണ് വലിയ അശുദ്ധി എന്ന് പറയുന്നത്. നിസ്കരിക്കുന്നവൻ മാലിന്യത്തിൽ നിന്ന് മുക്തനായിരിക്കണമെന്ന് പറഞ്ഞല്ലോ. ചെറുപ്പക്കാർ ശ്രദ്ധിക്കുക. ഇടുങ്ങിയ ജീൻസും പാൻസും ഇടുന്നവർ പലപ്പോഴും മൂത്രപ്പുരയിൽ നിന്ന് വെപ്രാളപ്പെടുന്നത് കാണാറുണ്ട്. കോഴിക്കോട്ടുകാരനായ നൗഫൽ എൻ്റെ ദൃഷ്ടിയിൽപ്പെടുന്നത് അങ്ങനെയാണ്. ഇടുങ്ങിയ ജീൻസ് ധരിച്ച ചെറുപ്പക്കാരൻ മൂത്രപ്പുരയിൽ വന്ന് ആദ്യമൊന്ന് പരിങ്ങി. 4 പാടും ശ്രദ്ധിച്ച് നിന്ന നിൽപ്പിൽ അവൻ മൂത്രമൊഴിച്ചു. അത് ടൈൽസിൽ പതിച്ച് അവൻ്റെ ജീൻസിലേക്ക് തെറിക്കുന്നു. ശേഷം അതേ നിൽപ്പിൽ തന്നെ അവൻ ശൗച്യം ചെയ്യുന്നു. വെള്ളം ചെന്ന് വീഴുന്നത് മൂത്രത്തിൽ, അതും പാൻസിലേക്ക് തെറിക്കുന്നു. ഈ നജസും പേറിയാണ് അവൻ പള്ളിയിലേക്ക് കയറുന്നത്. സ്വന്തം നിസ്കാരം മാത്രമല്ല, പള്ളി പോലും മലിനമാക്കുന്നത് എത്ര വലിയ ഗുരുതരമായ പാതകമാണ്. മറ്റൊരിക്കൽ കണ്ടു ഞാനൊരു കോളേജ് കുമാരനെ. ഇവനും ഫിറ്റ് പാൻസാണ് ധരിച്ചിരിക്കുന്നത്. മൂത്രപ്പുരയിൽ മുട്ടുകുത്തി നിന്നാണ് അവൻ കാര്യം സാധിച്ചത്. നൗഫലിൻ്റെ അതേ അനുഭവം തന്നെ. നജസ് വസ്ത്രത്തിലേക്ക് റിട്ടണടിക്കുന്നു. ഇത്തരക്കാർ ഒരു ഹദീസ് ഓർക്കുന്നത് നന്നായിരിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കബറുകളിലേക്ക് കൈച്ചൂണ്ടി ഒരിക്കൽ പറഞ്ഞു അവർ അനുഭവിക്കുന്ന ശിക്ഷയുടെ കാര്യം. അതിലൊരാൾ മൂത്രമൊഴിച്ച് ശുദ്ധീകരിക്കുന്ന കാര്യത്തിൽ അശ്രദ്ധവാനായിരുന്നു. ഔറത്ത് മറക്കുമ്പോഴും യുവാക്കൾക്കൊരു ജാഗ്രതയുണ്ടായിരിക്കൽ നല്ലതാണ്. മുറിയൻ ഷർട്ട് പലപ്പോഴും വില്ലനാവാറുണ്ട്. വിശുദ്ധ റമദാനിൽ 1-ാം സഫിൽ തന്നെ ഇടം പിടിച്ച ഈ ചെറുപ്പക്കാരനെ നോക്കൂ. നഗരത്തിലെ തിരക്കേറിയ പള്ളിയിൽ 1-ാം സഫിൽ ഒരിടം കിട്ടണമെങ്കിൽ അവൻ എത്ര നേരത്തെ എത്തിയിരിക്കണം അല്ലേ? ഈമാനുള്ള ചെറുപ്പക്കാരൻ തന്നെ. പക്ഷേ സുജൂദിലേക്ക് പോയപ്പോഴല്ലേ അവൻ്റെ നിസ്കാരം ചോർന്നത്. ഫാഷൻ ഷർട്ട് അഥവാ മുറിയൻ കുപ്പായം ഉയരുന്നു. പാൻസിൻ്റെ പിൻഭാഗത്തിലൂടെ ഇപ്പോൾ ഞാൻ കാണുന്നത് ഔറത്താണ്. ഔറത്ത് വെളിവായാൽ നിസ്കാരം അസാധുവാകുമെന്നതിൽ ആർക്കാണ് തർക്കമുള്ളത്? പാൻസ് ഉപയോഗിക്കുന്നവർ ഉള്ളിലൊരു ബനിയനിട്ടാൽ ഈ പ്രശ്നം പരിഹരിക്കാം. അല്ലെങ്കിൽ ഇൻസൈഡ് ചെയ്താലും ഔറത്ത് വെളിവാകാതെ നോക്കാം. വെറും തുണി മാത്രം ധരിച്ച് നിസ്കരിക്കുന്നവരും ജാഗരൂകരായിരിക്കണം. മുതുകിൻ്റെ താഴ്ഭാഗത്തൂടെ ഔറത്ത് വെളിവാകാൻ സാധ്യതയുണ്ട്. ഹദീസുകളിൽ പറയുന്നുണ്ട് ഇസ്ബാലുൽ ഇസാർ വരാതെ നോക്കണമെന്ന്, അഥവാ അരയുടുപ്പ് നെരിയാണിക്ക് താഴെ ഇറങ്ങരുതെന്ന്. തുണിയായാലും പാൻസായാലും ഇക്കാര്യം ശ്രദ്ധിക്കണം. ലാ തുക്ബലു സലാത്തു റജുലിൻ മുസ്ബിലിൻ നിസാറുഹു. അരയുടുപ്പ് നെരിയാണിക്ക് താഴെ ഇറങ്ങിയവൻ്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ലെന്ന് നബിവചനം. ഇത് പുരുഷന്മാർക്ക് മാത്രമാണ് ബാധകം. സ്ത്രീകളാവുമ്പോൾ കാലിൻ്റെ ഒരു ഭാഗവും കാണാത്ത രീതിയിലായിരിക്കണം നിസ്കാരക്കുപ്പായം അണിയേണ്ടത്. മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയെല്ലാം മറഞ്ഞിരിക്കണം. നിസ്കാരത്തിൻ്റെ 4-ാമത്തെ ഷർത്ത് ശ്രദ്ധിച്ചില്ലേ? നിസ്കാരത്തിൻ്റെ സമയമാവുകയും ആയി എന്ന് ബോധ്യമുണ്ടാവുകയും ചെയ്യുക. സമയമായോ ഇല്ലേ എന്ന് സംശയിച്ച് നിസ്കരിക്കരുത്. സമയമായി എന്ന് ഉറപ്പുവരുത്തൽ അത്യാവശ്യമാണ്. സംശയത്തോടെ നിസ്കരിച്ചു, സംഭവിച്ചത് സമയത്താണെങ്കിലും ശരിയാവില്ല. നിസ്കരിക്കുന്നവന് നിസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ സമയമായി എന്ന് ബോധ്യമുണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങൾക്കും നിയ്യത്ത് അഥവാ മനസ്സിൽ ഉദ്ദേശ്യം വേണം. വുളൂഇനും കുളിക്കും നിസ്കാരത്തിനുമെല്ലാം ഇത് ബാധകമാണ്. കുളി നിർബന്ധമായാൽ നിയ്യത്തോടുകൂടി ശരീരം മുഴുവൻ വെള്ളം എത്തിക്കേണ്ടതാണ്. വലിയ അശുദ്ധിയെ ഉയർത്തുന്നു, അല്ലെങ്കിൽ നിസ്കാരത്തെ ഹലാലാക്കാൻ കുളിക്കുന്നു, അല്ലെങ്കിൽ നിർബന്ധമായ കുളി നിർവഹിക്കുന്നു എന്നൊക്കെ നിയ്യത്ത് ചെയ്യാവുന്നതാണ്. 2 കുട്ടികളുടെ പിതാവായ ഒരു സുഹൃത്തുമായി ഞാൻ കുളിയെക്കുറിച്ച് സംസാരിച്ചത് പുഴയിൽ വെച്ച് കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. എന്താണ് നിയ്യത്ത് വെക്കാറുള്ളതെന്ന് ചോദിച്ചപ്പോൾ നിയ്യത്തോ, അതെന്താണ് സാധനം എന്നായിരുന്നു അവൻ്റെ മറുചോദ്യം. ഇത്രയും വർഷങ്ങളായിട്ടും
നിർബന്ധമായ കുളിയെക്കുറിച്ചറിയാത്ത ആളാണെന്നറിഞ്ഞപ്പോൾ ഞാൻ അതിശയം കൊണ്ട് വാ പൊളിച്ചു. ഇനി നമ്മൾ ഉളൂയിലേക്ക് പ്രവേശിക്കുകയാണ്. നിസ്കരിക്കുന്നതിന് മുമ്പ് ഉളൂ ചെയ്യണം. നിയ്യത്തോടുകൂടി ചില പ്രത്യേക അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കുന്നതിനാണ് ഉളൂ എന്ന് പറയുന്നത്. ഉളൂഇന് 5 നിബന്ധനകളാണുള്ളത്. 1. വിശേഷണങ്ങളൊന്നുമില്ലാത്ത അഥവാ മുത്തലക്ക് ശുദ്ധമായ വെള്ളം കൊണ്ടായിരിക്കുക. വെള്ളം 3 വിധമാണെന്നറിയാമല്ലോ. 1 തഹൂർ, ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളത്തിനാണ് തഹൂർ എന്ന് പറയുന്നത്. ഉദാഹരണം, കിണറ്റിലും കുളത്തിലും പുഴയിലുമൊക്കെയുള്ള വെള്ളം. ഇതാണ് ഉളൂഇനും കുളിക്കും ഉപയോഗിക്കേണ്ടത്. 2 ത്വാഹിർ, സ്വന്തം ശുദ്ധിയുള്ളതാണെങ്കിലും ഇതിന് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ല. ഉദാഹരണം, ചായ, പാല്, പനിനീര് വെള്ളം തുടങ്ങിയവ. 3 നജസ്, ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമായ വെള്ളം. ഇനി പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഹൗള് പോലെ കൂടുതൽ വെള്ളമുണ്ടെങ്കിൽ അതിൽ കൈമുക്കി നമുക്ക് ഉളൂ എടുക്കാം. അതേസമയം കുറഞ്ഞ വെള്ളമാണെങ്കിൽ, ഉദാഹരണത്തിന് ബക്കറ്റിലും മറ്റും ശേഖരിച്ച വെള്ളം, ഇതിൽ കൈമുക്കി ഉളൂ ചെയ്യാൻ പാടില്ല. കോപ്പ പോലത്തതുകൊണ്ട് കോരി ഒഴിച്ചാണ് അംഗസ്നാനം ചെയ്യേണ്ടത്. ചുരുങ്ങിയ വെള്ളത്തിൻ്റെ കണക്ക് 2 കുല്ലത്താണ്, അഥവാ 200 ലിറ്റർ. ഹൗലുകളിൽ വെള്ളം കുറവുള്ള സമയത്ത് ഈ അളവുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. കുറവാണെങ്കിൽ വെള്ളം കോപ്പ പോലത്തതുകൊണ്ട് എടുത്താണ് ഉളൂ ചെയ്യേണ്ടത്. ഇങ്ങനെ കുറഞ്ഞ വെള്ളത്തിൽ നിന്ന് ഉളൂ എടുക്കുമ്പോൾ അതിലേക്ക് വെള്ളം തെറിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കൽ നിർബന്ധമാണ്. ഇതാണ് 2ാം ഷർത്ത്. ഓർക്കുക, എങ്ങനെയെങ്കിലും നനഞ്ഞാൽ പോരാ, വെള്ളം ഒലിക്കുക തന്നെ വേണം. നനച്ചു തോർത്തിയാലോ സ്പ്രേ ചെയ്താലോ മതിയാവുകയില്ല എന്നർത്ഥം. എന്നാൽ മുങ്ങിക്കുളിക്കുന്നവർക്ക് ഒരു എളുപ്പമാർഗമുണ്ട്. നിസ്കാരത്തെ ഹലാലാക്കാൻ ഉളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുനിന്ന് നെയ്യത്തോടെ മുങ്ങിയാൽ അവന് ഉളൂ ലഭിക്കുന്നു. നിർബന്ധമായ കുളിക്കുമ്പോഴും ഇങ്ങനെ കിട്ടും. അഥവാ വലിയ അശുദ്ധിയുടെ നെയ്യത്തോടെ കുളിക്കുമ്പോൾ മുങ്ങിയല്ലെങ്കിലും അവന് ഉളൂ ലഭിക്കുന്നതാണ്. പക്ഷേ കുളിക്കിടയിൽ ഉളൂ മുറിയുന്ന കാര്യങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കണമെന്ന് മാത്രം. 3ാമത്തെ നിബന്ധന ഇതാണ്: വെള്ളത്തെ വ്യത്യാസപ്പെടുത്തുന്ന വസ്തുക്കളൊന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. കുങ്കുമം, മഷി തുടങ്ങിയവയുണ്ടെങ്കിൽ അത് കഴുകിക്കളഞ്ഞതിന് ശേഷമാണ് ഉളൂ ചെയ്യേണ്ടത്. വെള്ളം ചേരുന്നതിന് തടയുന്ന വസ്തുക്കൾ അവയവങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല. ഇതാണ് 4ാമത്തെ നിബന്ധന. ചുണ്ണാമ്പ്, മെഴുക്, ടാർ, റബ്ബർ, ഉരുകിയ പ്ലാസ്റ്റിക്, പെയിൻറ് എന്നിവയെല്ലാം വെള്ളം ചേരുന്നതിനെ തടയുന്നതാണ്. ഇവയെല്ലാം നീക്കിയതിന് ശേഷമേ ഉളൂ എടുക്കാവൂ. ക്യൂടെക്സ് ഉപയോഗിക്കുന്ന പെൺകുട്ടികൾ ശ്രദ്ധിക്കുക. നഖത്തെ മറക്കുന്ന ഒരു തരം പോളിഷാണത്. വെള്ളം ചേരലിനെ തടയുന്നതിനാൽ ഉളൂഇനെ ബാധിക്കുമെന്ന് തീർച്ച. ട്യൂബ് മൈലാഞ്ചികളിലും ഈ പ്രശ്നമുണ്ടോ എന്നറിയേണ്ടതാണ്. സാധാരണ മൈലാഞ്ചി വെള്ളം ചേരലിന് തടസ്സമുണ്ടാക്കുന്നില്ല. ട്യൂബ് മൈലാഞ്ചിയും ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയാണോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഈ വരുന്നത് ആരാണെന്നറിയുമോ? കബീർ, 15കാരൻ. ഒരു വക്ത് ഒഴിവാക്കാൻ ഉമ്മ സമ്മതിക്കില്ല. കബീറിൻ്റെ നിസ്കാരം ഉമ്മാക്ക് വേണ്ടിയുള്ളതാണെന്ന് തോന്നും അവൻ്റെ കൈകൾ കണ്ടാൽ. മുറിക്കാത്ത നഖം, നഖത്തിനുള്ളിൽ നിറയെ ചെളി, കണ്ടാൽ ഛർദ്ദിക്കാൻ വരും. ഇങ്ങനത്തെ കബീറുമാർ നമുക്ക് ചുറ്റുമുണ്ടാവും. ചിലരൊക്കെ നഖം മുറിക്കാൻ വൈകുന്നതുകൊണ്ട് ചളി നിറയാറുണ്ട്. ഓർക്കുക, നഖത്തിൻ്റെ താഴ്ഭാഗത്ത് അടിഞ്ഞുകൂടിയ അഴുക്ക് വെള്ളം ചേർന്ന് തടയുമെങ്കിൽ അത് നീക്കം ചെയ്യൽ നിർബന്ധമാണ്. ചളി മാത്രമല്ല, പത്രിയും മറ്റും ഉണ്ടാക്കുമ്പോൾ മാവിൻ്റെ അംശം നഖത്തിനിടയിൽ ശേഷിക്കാതിരിക്കാൻ സ്ത്രീകളും ശ്രദ്ധിക്കേണ്ടതാണ്. മൂത്രവാർച്ച പോലെയുള്ള നിത്യ അശുദ്ധിയുള്ളവർ നിസ്കാരത്തിൻ്റെ സമയമായ ശേഷമേ ഉളൂ എടുക്കാവൂ എന്നതാണ് 5ാമത്തെ നിബന്ധന. വെള്ളപോക്ക്, രക്തസ്രാവം എന്നിവയുള്ളവർക്കും ഇത് ബാധകമാണ്. ഈ നിബന്ധനകളെല്ലാം കുളിക്കും പാലിക്കേണ്ടതാണ്. ഇനി ഉളൂ തുടങ്ങുകയാ. നല്ലതുപോലെ ശ്രദ്ധിക്കുക. സുന്നത്തുകൾ ഒരുപാടുണ്ട്. ഫർളിനോടൊപ്പം ഇവ കൂടി ശ്രദ്ധിച്ചാൽ വലിയ നേട്ടമാണ് ലഭിക്കാൻ പോകുന്നത്. ആദ്യമായി നാം കിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കുക. തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലണം. മുൻകൈ കഴുകിയതിനു ശേഷം മിസ്വാക്ക് ചെയ്യുക. ഇതും ആദ്യം ചെയ്യുന്ന 2 മുൻകൈ കഴുകലും സുന്നത്താണ്. മുൻകൈ കഴുകുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ ഇതാണ്: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الحمد لله الذي جعل الماء طهورا. 3 പ്രാവശ്യം കഴുകിയതിനു ശേഷം വായിൽ വെള്ളം കൊപ്പിളിക്കലും
മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും. ഇതൊക്കെ ചെയ്യുമ്പോൾ വുളൂഇൻ്റെ സുന്നത്താണെന്ന് മനസ്സിൽ കരുതുക. കൊപ്പിളിക്കലും മൂക്കിൽ കൊള്ളലും സുന്നത്താണെന്ന് പറഞ്ഞല്ലോ. നോമ്പില്ലാത്തവർ ഇത് കഴിവിൻ്റെ പരമാവധി ചെയ്യേണ്ടതാണ്. വായിലെടുത്ത വെള്ളം കൊപ്പിളിക്കാതെ കുടിച്ചുപോയാലും അടിസ്ഥാന സുന്നത്ത് ലഭിക്കും. പക്ഷേ കൊപ്പിളിക്കലും തുപ്പലുമാണ് ഉത്തമം. ഇനി മുഖം കഴുകുകയാണ്. ഈ സമയത്ത് തന്നെ മനസ്സിൽ നിയ്യത്ത് വേണം. ഈ നിയ്യത്താണ് വുളൂഇൻ്റെ ഒന്നാമത്തെ ഫർള്. വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നുവെന്നോ ചെറിയ അശുദ്ധി ഉയർത്തുന്നുവെന്നോ കരുതാം. ബ്ലീഡിങ്, വെള്ളപ്പോക്ക് തുടങ്ങിയ നിത്യ അശുദ്ധിയുള്ളവർ നാപ്കിൻ പോലത്തെ ധരിച്ചതിന് ശേഷം നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്നാണ് നിയ്യത്ത് വെക്കേണ്ടത്. രണ്ടാമത്തെ ഫർളാണ് മുഖം കഴുകൽ. സാധാരണ തലമുടി മുളക്കാറുള്ള സ്ഥലം മുതൽ താടിയെല്ലിൻ്റെ താഴ്ഭാഗം വരെ നീളത്തിലും ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെ അകലത്തിലുമുള്ള ഭാഗമാണ് മുഖം. മുഖത്തെ തൊലിയും രോമങ്ങളും കഴുകൽ നിർബന്ധമാണ്. തിങ്ങിയ താടിയുടെ ഉൾഭാഗം കഴുകൽ നിർബന്ധമില്ല. തൊട്ടടുത്ത് അഭിമുഖമായി നിൽക്കുന്ന ഒരാൾക്ക് തൊലിയുടെ നിറം കാണാനാവാത്ത വിധം രോമാവൃതമായതിനാണ് തിങ്ങിയ താടി എന്ന് പറയുന്നത്. നിർബന്ധമായ ഭാഗം കഴുകി എന്ന ഉറപ്പിന് വേണ്ടി നിശ്ചിത പരിധിക്കപ്പുറം അല്പമെങ്കിലും ഉൾപ്പെടുത്തി കഴുകേണ്ടതാണ്. മുഖവും മറ്റ് അവയവങ്ങൾ കഴുകുമ്പോഴും ഷഹാദത്ത് കൽമ ചൊല്ലൽ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു സുന്നത്തുണ്ട്. അടുത്തത് 2 കൈ മുട്ടുൾപ്പെടെ കഴുകുകയാണ്. ഇതാണ് വുളൂഇൻ്റെ മൂന്നാമത്തെ ഫർള്. ശ്രദ്ധിക്കുക, 2 കൈകളുടെയും വിരലുകളുടെ അഗ്രം മുതൽ മുട്ടുകളടക്കം അല്പഭാഗം പോലും നനയാതിരിക്കാൻ പാടില്ല. മുൻകൈ കഴുകാൻ മറക്കരുത്. ഇത് പറയാൻ കാരണം എൻ്റെ ഒരു കുടുംബക്കാരിയുടെ വുളൂ കണ്ടതുകൊണ്ടാണ്. കക്ഷി മുൻകൈ ഒഴിവാക്കിയിട്ടാണ് സ്നാനം ചെയ്യുന്നത്. ഇതെന്താ മുൻകൈയിനൊരു അയിത്തം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ വുളൂവിൻ്റെ തുടക്കത്തിൽ നന്നായി കഴുകിയിട്ടുണ്ടല്ലോ എന്നായിരുന്നു മറുപടി. ഇത്താത്ത, അത് സുന്നത്താണ്, ഇപ്പോൾ കഴുകുന്നത് ഫർളും എന്ന് പറഞ്ഞ് വിശദീകരിച്ചപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലായത്. അതായത് സുന്നത്തായി കഴുകിയത് ഫർളായി പരിഗണിക്കില്ലെന്ന് ചുരുക്കം. ഇപ്പോൾ കഴുകുന്ന ഫർളിൽ മുൻകൈ മുതൽക്കേ തുടങ്ങേണ്ടതാണ്. അടുത്ത ഫർള് തലയിൽ നിന്ന് അല്പം തടവലാണ്. മുഴുവൻ തടവൽ സുന്നത്താണ് കേട്ടോ. തലയുടെ അതിർത്തിയിലുള്ള മുടി തടവിയാലും തൊലി തടവിയാലും മതി. ഒരു മുടിയായാലും നിർബന്ധം വീടും. എങ്കിലും തടവപ്പെടുന്ന മുടി തലയുടെ അതിർത്തിയിലാകണം. ഇനി ചെവി തടവലാണ്. സുന്നത്താണിത്. ചെവിയുടെ ഉള്ളും പുറവും ചെവിക്കുഴിയും തടവേണ്ടതാണ്. 2 ചെവിയും ഒരുമിച്ചാണ് തടവേണ്ടത്. തുടർന്ന് 2 കാൽ നെരിയാണി അടക്കം കഴുകുക. ഇത് വുളൂഇൻ്റെ 5ാമത്തെ ഫർളാണ്. ചില വിരുദ്ധന്മാരെ കാണാം, കാലിൻ്റെ അല്പഭാഗം മാത്രം കഴുകി അവർ വുളൂ അവസാനിപ്പിക്കുന്നു. അബദ്ധമാണിത്. 2 കാലിലും നെരിയാണി വരെയുള്ള ഭാഗങ്ങളിൽ വെള്ളമെത്തിക്കൽ നിർബന്ധമാണ്. എല്ലാ അവയവങ്ങളും ഉരച്ചു കഴുകൽ സുന്നത്തുണ്ട്. അപ്പോൾ കാൽ കഴുകുമ്പോൾ കോപ്പ കൊണ്ട് വെള്ളം ഒഴിക്കുന്നതിന് പകരം ഇടത് കൈകൊണ്ട് നല്ലപോലെ തേച്ച് കഴുകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വിരലിൻ്റെ ഇടകളിലും മടമ്പിലുമൊക്കെ വെള്ളം എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. 6ാമത്തെ കാര്യം തർത്തീബ് അഥവാ കഴുകുന്നത് ക്രമപ്രകാരം ചെയ്യൽ നിർബന്ധമാണ്. കൈ കഴുകും മുമ്പ് തല തടവിയാലോ തല തടവും മുമ്പ് കൈ കഴുകിയാലോ ക്രമം തെറ്റി. എന്നാൽ നിയ്യത്ത് ചെയ്ത് മുങ്ങുമ്പോൾ ഈ പ്രശ്നമില്ല. ഈ വരുന്നത് ആരാണെന്നറിയുമോ? സുഹൈൽ, സംശയത്തിൻ്റെ ആശാനാണ്. വുളൂ കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയമുണ്ടാവും. തല തടവിയോ? ഞാൻ കൈ കഴുകാൻ മറന്നോ? സുഹൈലെ, സാരമില്ല. വുളൂ കഴിഞ്ഞുണ്ടാവുന്ന സംശയങ്ങളെല്ലാം അസ്ഥാനത്താണ്. അതേസമയം വുളൂവിനിടയിൽ ഡൗട്ട് വന്നാൽ ഏത് അവയവം കഴുകിയ കാര്യത്തിലാണോ സംശയം ആ അവയവം വീണ്ടും കഴുകണം. അതിനു ശേഷമുള്ളതും. അഥവാ മുഖം കഴുകിയോ എന്ന സംശയം വരുന്നത് കാൽ കഴുകുന്ന നേരത്താണ്. എങ്കിൽ മുഖം മുതൽ വീണ്ടും കഴുകണമെന്ന് ചുരുക്കം. 2ഉം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. 1 ഇടയിലുള്ള സംശയം, 2 എല്ലാം കഴിഞ്ഞുള്ള സംശയം. 2ാമത്തെ സംശയം നോ പ്രോബ്ലം. വുളൂവിൻ്റെ കാര്യത്തിൽ സംശയം വന്നാലോ? ഇശാ ബാങ്ക് കേൾക്കുമ്പോൾ ജാബിറിന് സംശയം, മഗ്രിബിന് എടുത്ത വുളൂ മുറിഞ്ഞോ? ഈ സംശയത്തിനും സ്ഥാനമില്ല. വുളൂ മുറിഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം. അതേസമയം വുളൂ എടുത്തോ ഇല്ലയോ എന്നാണ് സംശയമെങ്കിൽ ഇല്ല എന്നാണ് മതവിധി. വീണ്ടും വുളൂ ചെയ്യണം. വുളൂവിൽ പൊതുവായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. കയ്യിൻ്റെയും കാലിൻ്റെയും വിരലുകൾക്കിടയിൽ നനയാതിരിക്കരുത്. അതിനായി അവ വിടർത്തിക്കഴുകൽ സുന്നത്താണ്. മടമ്പിലും കാൽ വിരലുകളിലും വിള്ളലുകളും കീറലുകളും ഉണ്ടാകാമല്ലോ. അതിനകത്തേക്കെല്ലാം വെള്ളം ചേരും വിധം സൂക്ഷിച്ചു കഴുകണം. കൈമുട്ട്, കൺകുഴികൾ, നെരിയാണി തുടങ്ങിയ ചുളിവുള്ള സ്ഥലങ്ങളിലും നനവെത്തി എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. മുഖവും കൈകാലുകളും കഴുകുമ്പോൾ
ഫർളിനേക്കാൾ അല്പം കൂടി കൂടുതൽ കഴുകണം. ഫർള് കഴുകി എന്നുറപ്പാവാൻ ഇതാവശ്യമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ സ്വഹാബിമാർ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, മഹ്ശറയിൽ പല നബിമാരുടെയും ഉമ്മത്തിനിടയിൽ നിന്നും അങ്ങയുടെ ഉമ്മത്തായ ഞങ്ങളെ അവിടുന്ന് എങ്ങനെ തിരിച്ചറിയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് കൈകാലുകൾ വെളുത്ത കുറേ കുതിരകളുണ്ടെന്ന് കരുതുക. മറ്റു കുതിരകൾക്കിടയിൽ നിന്നും നിങ്ങൾ അവരെ വേർതിരിച്ചറിയില്ലേ? അതുപോലെ എൻ്റെ ഉമ്മത്തിൻ്റെ കൈകാലുകളും അവർ വുളൂ ചെയ്ത കാരണത്താൽ അന്ന് പ്രകാശിക്കുന്നുണ്ടാവും. അവരെ ആർക്കും തിരിച്ചറിയാം. കഴുകലും തടവലും ഉരക്കലും തിക്കകറ്റലുമെല്ലാം 3 വീതമാകൽ സുന്നത്താണ്. അവയവം വെള്ളത്തിൽ മുക്കി 3 പ്രാവശ്യം അനക്കിയാലും അടിസ്ഥാന സുന്നത്ത് ലഭിക്കും. 3 തവണയേക്കാൾ ചുരുക്കുന്നതും അധികമാക്കുന്നതും കറാഹത്താണ്. വുളൂ എടുക്കുന്നതിനായി വഖഫ് ചെയ്ത വെള്ളമാണെങ്കിൽ 3-ൽ കൂടുതലാക്കൽ ഹറാം തന്നെയാകും. കഴുകിയതിൻ്റെ എണ്ണത്തിൽ സംശയമുണ്ടായാൽ ഉറപ്പുള്ളത് സ്വീകരിക്കണമെന്നാണ് വിധി. മുഖം കഴുകുമ്പോൾ നെറ്റിയുടെ മുകൾ ഭാഗത്തു നിന്നും കൈകാലുകൾ കഴുകുമ്പോൾ വിരലുകളിൽ നിന്നുമാണ് തുടങ്ങേണ്ടത്. മുഖത്തേക്ക് 2 കൈകൊണ്ടും ഒരുമിച്ച് വെള്ളമെടുക്കണം. മുക്കിയെടുക്കുന്ന വെള്ളപാത്രമാണെങ്കിൽ അത് വലഭാഗത്തും ഒഴിച്ചു കഴുകുന്നതാണെങ്കിൽ ഇടതുഭാഗത്തുമാണ് വെക്കേണ്ടത്. മറ്റൊരാൾ വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോഴും പൈപ്പ് പോലത്തിൽ നിന്ന് ഉളുവെടുക്കുമ്പോഴും വിരലുകളിൽ നിന്ന് തന്നെയാണ് കഴുകി തുടങ്ങേണ്ടത്. ഉളു എടുക്കുമ്പോൾ ഷഹാത്ത് ചൊല്ലാൻ മറക്കരുത്. ഉളു എടുത്തുകൊണ്ടിരിക്കെ ആരെങ്കിലും സലാം പറഞ്ഞാൽ മടക്കാമോ? തീർച്ചയായും സലാം അടക്കാം. സലാം പറയുകയുമാവാം. ഉളുവിന് ശേഷം കുടയലും തോർത്തലും ഒഴിവാക്കലാണ് സുന്നത്ത്. ഉളു എടുത്ത ബാക്കി വെള്ളത്തിൽ നിന്ന് നോമ്പുകാരൻ ഒഴിച്ച് അല്പം കുടിക്കലും സുന്നത്തുണ്ട്. പാത്രങ്ങളിൽ നിന്ന് ഉളു എടുക്കുമ്പോൾ മാത്രമാണിത്. ഉളു കഴിഞ്ഞാൽ പ്രത്യേകമായ ഒരു ദിക്റുണ്ട്. വളരെയധികം പുണ്യവത്തായ ദിക്റാണിത്. കിബിലയിലേക്ക് തിരിഞ്ഞ് ആകാശത്തേക്ക് മുഖവും 2 കൈകളും ഉയർത്തി 3 പ്രാവശ്യം ഈ ദിക്റ് ചൊല്ലിയാൽ അവന് സ്വർഗത്തിലെ 8 വാതിലുകളിൽ ഇഷ്ടമുള്ളത് തുറക്കപ്പെടുമെന്നാണ് ഹദീസ്. അത് പതിവാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ദിക്റ് ഇതാണ്: അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജിഅൽനി മിനത്ത് തവ്വാബീന വജിഅൽനി മിനൽ മുതതഹിരീന വജിഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. തുടർന്ന് ഇന്നാ അൻസൽനാഹു എന്ന സൂറത്തും 3 പ്രാവശ്യം മോദൽ സുന്നത്താണ്. നിസ്കാരത്തിലേക്ക് കടക്കും മുമ്പ് തയമ്മുമിനെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കാം. നമ്മിൽ പലരും തയമ്മുമിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ആവശ്യം വരുമ്പോൾ അതേക്കുറിച്ച് അജ്ഞരായിരിക്കും. പ്ലാസ്റ്റർ ഇട്ടയാളോട് നിസ്കരിച്ചോ എന്ന് ചോദിച്ചാൽ ഇതാണ് മറുപടി: ഈ കെട്ടഴിക്കാതെയോ? അതൊക്കെ വലിയ പൊല്ലാപ്പ, പിന്നീട് കലാ വീട്ടാം. സുഹൃത്തെ, നിസ്കാരം കലാക്കാൻ ഇതൊന്നും ഒരു കാരണമല്ലെന്ന് ദയവായി മനസ്സിലാക്കുക. തയമ്മുമിനെക്കുറിച്ച് നിർബന്ധമായും പഠിക്കുക. കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടാലും രോഗിയായി കിടക്കുകയാണെങ്കിലും നിസ്കാരം ഉപേക്ഷിക്കാൻ വകുപ്പില്ലെന്ന് ഞാൻ മനസ്സിലാക്കണം. ICUവിൽ കുഴലുകൾക്കിടയിൽ കിടക്കുകയാണെങ്കിൽ പോലും ബോധമുണ്ടെങ്കിൽ നിസ്കാരം നിർബന്ധമാണ്. നിൽക്കാൻ കഴിയാത്തവൻ ഇരിക്കുക, വയ്യെങ്കിൽ ചെരിഞ്ഞു കിടക്കുക, അതിനും ആവില്ലെങ്കിൽ മലർന്നു കിടക്കുക, അതിനും പറ്റുന്നില്ലെങ്കിൽ കൺപോളകൾ കൊണ്ട് ആംഗ്യം കാണിക്കുക. തീരെ അവശനാണെങ്കിലോ ഹൃദയം കൊണ്ടെങ്കിലും നിസ്കരിക്കണമെന്നാണ് മതകൽപ്പന. കരുതൽ എന്നാണ് തയമ്മും എന്ന വാക്കിൻ്റെ അർത്ഥം. നിയ്യത്തോടെ മുഖത്തും 2 കൈകളിലും മണ്ണുപയോഗിക്കുക എന്നതാണ് സാങ്കേതിക വിവക്ഷ. ചെറുതും വലുതുമായ അശുദ്ധി നീക്കാൻ വെള്ളം സാധ്യമാവാതെ വരുമ്പോഴാണ് തയമ്മം ചെയ്യേണ്ടത്. പല കാരണങ്ങളാൽ വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാതെ വരാം. വെള്ളമില്ലാത്ത മരുഭൂമിയിലോ വെള്ളം ലഭിക്കാത്ത മുറിയിലോ കുടുങ്ങിപ്പോയി. വെള്ളം കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. ഉടനെ തയമ്മം ചെയ്ത് നിസ്കരിക്കണം. വൈദ്യുതി ഇല്ലാത്തതിനാൽ റൂമിൽ വെള്ളമില്ല. നിസ്കാരത്തിൻ്റെ അവസാന സമയമാകുമ്പോഴേക്കും വൈദ്യുതി എത്താൻ സാധ്യതയുണ്ട്. എന്നാൽ അവൻ കാത്തിരിക്കണം. നിസ്കരിക്കാനുള്ള സമയം മാത്രം ശേഷിക്കുന്നത് വരെ, അഥവാ ഖളാ ആകാതിരിക്കുന്നത് വരെ. എന്നിട്ടും വൈദ്യുതി എത്തിയില്ലെങ്കിൽ തയമ്മം ചെയ്ത് നിസ്കരിക്കണം. ഒരിക്കൽ വെള്ളമന്വേഷണം നടന്നിട്ട് ഫലമില്ലെന്ന് ഉറപ്പായി. അങ്ങനെ തയമ്മം ചെയ്ത് നിസ്കരിച്ചു. അടുത്ത നിസ്കാരത്തിൻ്റെ സമയമാവുമ്പോഴേക്കും വെള്ളമുണ്ടാകാനുള്ള വല്ല സാധ്യതകളുമുണ്ടെങ്കിൽ വീണ്ടും അന്വേഷിക്കണം. ഇല്ലെങ്കിൽ ആദ്യത്തെ അന്വേഷണം മതി. തയമ്മം ചെയ്ത് നിസ്കരിക്കാം. തയമ്മമിൻ്റെ ഷർത്തുകൾ 3 ആകുന്നു. 1. ഏത് നിസ്കാരത്തിന് വേണ്ടി തയമ്മം ചെയ്യുന്നുവോ ആ നിസ്കാരത്തിൻ്റെ സമയമായിരിക്കുക. 2. തയമ്മം ശുദ്ധമായ തനി മണ്ണുകൊണ്ടായിരിക്കുക.
സിമൻറ്റ്, കുമ്മായം, ധാന്യപ്പൊടി കലർന്ന മണ്ണ്, തനി മണൽ എന്നിവയൊന്നും തയമ്മമിന് കൊള്ളില്ല. 3. വെള്ളമുപയോഗിക്കാൻ സാധിക്കാതെ വരിക. ശരീരത്തിലുണ്ടായ ഏതെങ്കിലും മുറിവ് കാരണം അവിടെ കഴുകാൻ സാധിക്കാതിരുന്നാലും തയമ്മം ചെയ്യണം. മുറിവില്ലാത്ത സ്ഥലം പരമാവധി കഴുകിയ ശേഷം മുറിവിന് വേണ്ടി കൈകളിലും മുഖത്തുമാണ് തയമ്മം ചെയ്യേണ്ടത്. മുറിവ് തയമ്മമിൻ്റെ അവയവത്തിലല്ലെങ്കിൽ അവിടെ മണ്ണുകൊണ്ട് തടവേണ്ടതില്ല. എന്നാൽ തയമ്മമിൻ്റെ അവയവത്തിലാണെങ്കിൽ അതിനെ മണ്ണുകൊണ്ട് തടവൽ നിർബന്ധവുമാണ്. മുറിവിന് ബാൻഡേജ് ഒട്ടിക്കൽ അത്യാവശ്യമായി വന്നാൽ ശുദ്ധിയോടുകൂടെയായിരിക്കണം അത് ചെയ്യേണ്ടത്. ഈ പറഞ്ഞത് മുറിവ് തയമ്മമിൻ്റെ അവയവത്തിലല്ലാതിരിക്കുമ്പോഴാണ്. തയമ്മമിൻ്റെ അവയവത്തിലാണ് മുറിവുള്ളതെങ്കിൽ അഥവാ കയ്യിലോ മുഖത്തോ ആണെങ്കിൽ ബാൻഡേജ് എങ്ങനെ വെച്ചാലും നിസ്കാരം മടക്കണം. 2 അവയവത്തിൽ മുറിവുണ്ടായാൽ 2 തയമ്മം ആവശ്യമാണ്. ഒരവയവത്തിൽ ഒന്നിലധികം മുറിവുകളുണ്ടായാലും 2 കൈകളിലും മുറിവുണ്ടായാലും തയമ്മം 1 തന്നെ മതി. തയമ്മമിൻ്റെ ഫർളുകൾ 6 1. നിയ്യത്ത്. നിസ്കാരത്തെ അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനാണോ തയമ്മം ആവശ്യമായി വരുന്നത് അതിനെ ഹലാലാക്കുന്നു എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. അശുദ്ധിയെ ഉയർത്തുന്നുവെന്നോ തയമ്മം എന്ന ഫർളിനെ വീട്ടുന്നുവെന്നോ കരുതിയാൽ മതിയാവില്ല. 2. മണ്ണെടുക്കുന്നതിന് പ്രത്യേക ഉദ്ദേശ്യമുണ്ടായിരിക്കുക. 3. മണ്ണിനെ അടിച്ചെടുക്കുക. 2 കൈകൊണ്ടും മണ്ണിൽ അടിച്ച് അതുകൊണ്ട് മുഖം തടവുകയാണ് ചെയ്യേണ്ടത്. കയ്യിന്മേൽ മണ്ണ് ഉരസിപ്പിടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 4. മുഖം തടവുക. 5. 2 കൈകളെ മുട്ടുൾപ്പെടെ തടവുക. 6. ക്രമപ്രകാരം ചെയ്യുക. തയമ്മമിൻ്റെ രൂപം ഇങ്ങനെ. ആദ്യം നിയ്യത്ത്. ഫർള് നിസ്കാരം അനുവദനീയമാകുന്നതിന് തയമ്മം ചെയ്യുന്നു എന്നാണ് കരുതേണ്ടത്. ശേഷം 2 കൈകളും മണ്ണിലടിക്കുക. പുറം കൈകൾ കൂട്ടിയടിച്ച് കയ്യിലെ പൊടി കളഞ്ഞ് മുഖം തടവുക. 2ാമത് മണ്ണിലടിച്ച് പൊടി കളഞ്ഞ് വലത് കൈകൊണ്ട് ഇടത് കൈയിനെയും ഇടത് കൈകൊണ്ട് വലത് കൈയിനെയും മുൻകൈ ഉൾപ്പെടെ 2 ഭാഗവും തടവുക. ഇതോടെ തയമ്മം പൂർത്തിയായി. കയ്യിൽ മോതിരമോ മറ്റോ ഉണ്ടെങ്കിൽ ഊരിവച്ചാവണം തയമ്മം ചെയ്യേണ്ടത്. ആദ്യം മണ്ണടിക്കുമ്പോൾ ഊരിവെക്കൽ സുന്നത്തും കൈ തടവേണ്ടുന്ന സമയത്ത് ഊരൽ നിർബന്ധവുമാണ്. ഒരു ഹദീസ് ശ്രദ്ധിക്കുക. അമ്മാർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം: എനിക്ക് വലിയ അശുദ്ധി, വെള്ളം ലഭിച്ചില്ല, ഞാൻ നിലത്ത് കിടന്നു ഉരുണ്ടു, എന്നിട്ട് നിസ്കരിച്ചു. വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയിച്ചു. നിനക്ക് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നെന്ന് പറഞ്ഞ് കൈകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈപ്പടങ്ങൾ നിലത്തടിച്ച ശേഷം കൈകളിൽ ഊതുകയും അനന്തരം തൻ്റെ മുഖവും കൈപ്പടങ്ങളും തട്ടിക്കാണിക്കുകയും ചെയ്തു. ബുഖാരി. കാലിൽ പ്ലാസ്റ്ററിട്ട ഒരാളാണെങ്കിൽ എങ്ങനെയാണ് തയമ്മം ചെയ്യേണ്ടത് എന്ന് നോക്കുക. സാധാരണ വുളൂ ചെയ്യുന്നത് പോലെ വുളൂ എടുക്കുക. കഴുകാൻ പറ്റാത്ത കാലിലെ പ്ലാസ്റ്ററിന് മുകളിൽ വെള്ളം കൊണ്ട് തടവുക. ഈ അവയവം കഴുകാൻ പറ്റാത്തതിന് തയമ്മം ചെയ്യുക. തയമ്മം ചെയ്യേണ്ടത് മുഖത്തും 2 കൈകളിലുമാണ് എന്ന് പറഞ്ഞല്ലോ. പ്ലാസ്റ്ററിട്ട കാലിന് വേണ്ടി തയമ്മം ചെയ്യുമ്പോഴും ഈ അവയവങ്ങളിലാണ് മണ്ണ് ഉപയോഗിക്കേണ്ടത്. മുറിവായതിനാലോ മറ്റോ പ്ലാസ്റ്റർ ഇടുന്നവർ ശ്രദ്ധിക്കുക. പ്ലാസ്റ്റർ ഇടുന്നതിന് മുമ്പ് വുളൂ എടുക്കണം, പിന്നെ തയമ്മം ചെയ്ത് നിസ്കരിച്ചാൽ മതി. എന്നാൽ വുളൂ ഇല്ലാതെയാണ് ബാൻഡേജ് ഇട്ടതെങ്കിലോ തയമ്മം ചെയ്ത് നിസ്കരിക്കുന്നതോടൊപ്പം ആ നിസ്കാരം മടക്കി നിർവഹിക്കുകയും വേണം. മുറിവ് കെട്ടുമ്പോൾ പ്ലാസ്റ്റർ ഇടുമ്പോൾ അത്യാവശ്യം മാത്രമേ മറക്കാവൂ, കൂടുതൽ മറക്കരുത്. ഇനി ഒരനുഭവം പറയട്ടെ. ആസ്പത്രിയിൽ നിന്ന് ഒരു രോഗി സംശയം ചോദിച്ചു. എനിക്ക് ശുദ്ധിയുണ്ടായിരുന്നു, പക്ഷേ മുൻകൈയിലാണ് മുറിവ്, ഇവിടെ മാത്രം മറച്ചാൽ മതി, ഡോക്ടർ മുട്ടുവരെ ശീല ചുറ്റിയിരിക്കുന്നു, എന്ത് ചെയ്യണം? അഴിച്ചുമാറ്റി ആവശ്യത്തിന് മാത്രം മറക്കുക. അഴിച്ചുമാറ്റാൻ വളരെ പ്രയാസമുണ്ടെങ്കിൽ കൂടുതൽ മറച്ചോതോടെയും തയമ്മം ചെയ്യാം. ആവശ്യത്തിന് മാത്രം മറച്ച് തയമ്മം ചെയ്താലും അഴിച്ചുമാറ്റാൻ സാധിക്കാത്തതുകൊണ്ട് കൂടുതൽ മറച്ചതിന് വേണ്ടി തയമ്മം ചെയ്താലും എല്ലാം മടക്കി നിസ്കരിക്കൽ നിർബന്ധം തന്നെയാണ്. കാരണം തയമ്മമിൻ്റെ അവയവമായ മുൻകൈയിലാണല്ലോ മറ വന്നത്. കഴുത്തിലേക്ക് കെട്ടിയ ബാൻഡേജ് ഇട്ട കൈയുമായി ഒരാൾ ചോദിക്കുന്നു, ഞാൻ എങ്ങനെയാ തയമ്മം ചെയ്യേണ്ടത്? ഈ പ്ലാസ്റ്ററിന് മുകളിൽ തടവിയാൽ മതിയോ? പ്ലാസ്റ്ററിന് മുകളിൽ തടവിയാൽ മതി. വുളൂ എടുക്കുമ്പോൾ മുഖം കഴുകിയ ശേഷം വെള്ളം കൊണ്ട് തടവുക. തയമ്മം ചെയ്ത് ബാക്കി അവയവങ്ങൾ തയമ്മം ചെയ്യുമ്പോഴും പ്ലാസ്റ്ററിന് മുകളിൽ തടവണം. മാത്രമല്ല മടക്കി നിസ്കരിക്കുകയും വേണം. എന്ത്, മടക്കി നിസ്കരിക്കണമെന്നോ? അതെ, തയമ്മുമിൻ്റെ അവയവങ്ങളിൽ ഇങ്ങനെ മറ വരുമ്പോൾ തയമ്മം ചെയ്ത് നിസ്കരിച്ചാലും മടക്കി നിർവഹിക്കണമെന്നാണ് നിയമം. തയമ്മം എപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞില്ല. വുളൂവിൻ്റെ ഇടയിലോ വുളൂ കഴിഞ്ഞിട്ടോ?
വീണ്ടും ചോദ്യം. വുളൂഇൻ്റെ ഇടയിൽ വേണ്ടിവരും. ഉദാഹരണത്തിന് കയ്യിലാണ് കെട്ടുള്ളതെങ്കിൽ ഈ കയ്യിന് വേണ്ടി തയമ്മം ചെയ്യുമ്പോൾ മുഖം കഴുകിയതിന് ശേഷം ചെയ്യണം. ആദ്യം മണ്ണുകൊണ്ട് തടവണോ ബാൻഡേജ് ഇല്ലാത്ത ഭാഗം കഴുകണോ എന്നതിൽ ഇഷ്ടമുള്ളത് ചെയ്യാം. തയമ്മമിന് ശേഷം കഴുകുന്നതാണ് കൂടുതൽ നല്ലത്. ഇവിടെ തയമ്മം കഴിഞ്ഞതിന് ശേഷമേ തല തടവാവൂ. കാലിലാണ് കെട്ട് എങ്കിൽ പ്രശ്നം വരില്ല. എല്ലാ അവയവങ്ങളും കഴുകിക്കഴിഞ്ഞ് തയമ്മം ചെയ്താൽ മതിയല്ലോ. തയമ്മമിനെക്കുറിച്ച് ഏകദേശം ഒരു രൂപം മനസ്സിലായല്ലോ. അത് പ്രകാരം പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇനി ശ്രദ്ധിക്കുക, നിസ്കരിക്കുന്ന പുരുഷന് ബാങ്കും ഇക്കാമത്തും സുന്നത്തുണ്ട്. സ്ത്രീകൾക്ക് ഇക്കാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ. ബാങ്ക് കേൾക്കുമ്പോൾ സംസാരിക്കരുത്. ബാങ്കിന് ഉത്തരം ചെയ്യണം. ഖുർആൻ ഓതുകയാണെങ്കിലും ദിക്റ് ചൊല്ലുകയാണെങ്കിലും ഇത് തന്നെയാണ് വിധി. ബാങ്കും ഇക്കാമത്തും വിളിച്ചവനും അത് കേട്ടവനും അതിൽ നിന്ന് വിരമിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. ഇക്കാമത്ത് വിളിക്കുന്നതിൻ്റെ മുമ്പും സ്വലാത്ത് സുന്നത്തുണ്ട്. ബാങ്കിൻ്റെ മുമ്പും സുന്നത്തുണ്ട് എന്നാണ് ഷെയ്ഖ് ബഖരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുള്ളത്. സ്വലാത്തിന് ശേഷം ഇങ്ങനെ പ്രാർത്ഥിക്കൽ സുന്നത്താണ്. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد. اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. ശേഷം ആയത്തുൽ കുർസി ഓതലും സുന്നത്തുണ്ട്. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ നിങ്ങൾ അതുപോലെ പറയുക. ശേഷം എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുക. എൻ്റെ മേൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലും. പിന്നീട് നിങ്ങൾ എനിക്ക് വേണ്ടി വസീലത്തിനെ ചോദിക്കണം. അത് സ്വർഗത്തിലുള്ള ഒരു ഉന്നത പദവിയാണ്. അള്ളാഹുവിൻ്റെ അടിമകളിൽ ഒരാൾക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അത് ഞാനായിരിക്കണമെന്ന് എനിക്കാഗ്രഹമുണ്ട്. ആരെനിക്ക് വസീലയെ ചോദിച്ചുവോ അവൻ എൻ്റെ ശുപാർശക്ക് അർഹനായി. ബുഖാരി, മുസ്ലിം. ഇനി ഇഖാമത്ത് കൊടുക്കാം. ഇഖാമത്തിൻ്റെ വചനങ്ങൾ ഇങ്ങനെ: اللهم صل على محمد والله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن محمد رسول الله حي على الصلاة حي على الفلاح قد قامت الصلاة قد قامت الصلاة الله أكبر الله أكبر لا إله إلا الله. നിസ്കരിക്കുന്നവൻ്റെ മുന്നിൽ ഒരു മറ ഉണ്ടായിരിക്കൽ സുന്നത്താണ്. ഭിത്തി ഇല്ലെങ്കിൽ തൂണ്, അതുമില്ലെങ്കിൽ വല്ല വസ്തുവും മുന്നിൽ വെക്കുക. 3 മുഴത്തിൽ കവിയാത്ത അകലത്തിൽ 1 മുഴത്തിൻ്റെ 2 ഭാഗം ഉയരമുള്ള മറയാണ് വേണ്ടത്. മറയ്ക്ക് വേണ്ടി ഒരു വടി പോലുമില്ലെങ്കിൽ ഒരു മുസല്ല വിരിക്കണം. മറ വെച്ച് നിസ്കരിക്കുന്നവൻ്റെയും അടയാളങ്ങളുടെയും ഇടയിൽ കൂടി നടക്കുന്നത് നിഷിദ്ധമാകുന്നു. അടയാളമില്ലെങ്കിൽ കറാഹത്താണ്. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമിൻ്റെ മുമ്പിൽ മാത്രം മേൽ പറഞ്ഞ മറയുണ്ടായാൽ മതി. പിന്നിലുള്ള 1-ാം സഫുകാർക്ക് ഇമാമാണ് മറ. അതിനുശേഷമുള്ള സഫുകൾക്ക് മുമ്പിലുള്ള സഫുകൾ മറയായി ഗണിക്കപ്പെടും. നിസ്കാരം തുടങ്ങുകയാണ്. കിബിലക്ക് തിരിഞ്ഞു നിന്നല്ലോ. ആദ്യ ഫർള് നിയ്യത്താണ്. ളുഹറാണ് നിസ്കരിക്കുന്നതെന്ന് സങ്കല്പിക്കുക. നിയ്യത്ത് ഇങ്ങനെ: يصلي فرض الظهر 4 ركعات متوجها إلى القبلة أداء لله تعالى. ളുഹർ എന്ന ഫർള് നിസ്കാരം 4 റക്അത്ത് അള്ളാഹുവിന് വേണ്ടി കിബിലക്ക് മുന്നിട്ട് അദാ ആയി ഞാൻ നിർവഹിക്കുന്നു. നിയ്യത്തിൻ്റെ ഉടനെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലണം. ഇതാണ് 2ാമത്തെ ഫർള്. അല്ലാഹു അക്ബർ എന്ന് ഉച്ചരിക്കലാണിത്. കൈകെട്ടൽ സുന്നത്താണ് കേട്ടോ. കൈ കെട്ടിയില്ലെങ്കിലും തക്ബീറത്തുൽ ഇഹ്റാം ഉച്ചരിക്കുന്നതോടെ അവൻ നിസ്കാരത്തിൽ പ്രവേശിക്കുന്നു. അല്ലാഹു അക്ബർ എന്ന് വ്യക്തമായി ഉച്ചരിക്കണം. അക്ഷരങ്ങൾക്കും ഘടനക്കും മാറ്റമുണ്ടാവരുത്. ആവശ്യമില്ലാതെ നീട്ടുകയോ കനപ്പിക്കുകയോ അരുത്. അല്ലാഹു അക്ബർ എന്നോ അല്ലാഹു അക്ബാർ എന്നോ പറയുന്നത് തെറ്റാണ്.
തക്ബീർ ചൊല്ലുമ്പോൾ 2 കൈകളും ചുമലിനു നേരെ ഉയർത്തി നെഞ്ചിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിൽ വെക്കൽ സുന്നത്താണ്. വലത് കൈകൊണ്ട് ഇടത് കൈയിൻ്റെ മണിബന്ധത്തെ പിടിച്ച രീതിയിലാണ് വെക്കേണ്ടത്. 2 വിരലുകൾ മണിബന്ധത്തെ പിടിക്കുമ്പോൾ 3 വിരലുകൾ പുറം കൈയിൽ പരത്തി വെക്കുകയാണ് വേണ്ടത്. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയപ്പോൾ 2 കൈകൾ ചുമലിന് നേരെ ഉയർത്തിയത് ശ്രദ്ധിച്ചില്ലേ? ഈ രീതി ഇനി എപ്പോഴൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത്? ആദ്യത്തെ അത്തഹിയാത്തിൽ നിന്ന് 3-ാം റക്അത്തിലേക്ക് ഉയരുമ്പോൾ, 1-ാം റക്അത്തിൽ നിന്ന് 2-ാം റക്അത്തിലേക്കും 3-ൽ നിന്ന് 4-ലേക്കും ഉയരുമ്പോൾ ഇങ്ങനെ കൈ ചുമലിന് നേരെ ഉയർത്തരുത്. നേരെ നെഞ്ചിന് താഴെയാണ് വെക്കേണ്ടത്. മസ്ബൂക്കായ ആൾ അഥവാ പിന്തിത്തുടർന്നയാൾ ഇമാം സലാം വീട്ടിയ ശേഷം എഴുന്നേൽക്കുമ്പോൾ എത്രാമത്തെ റക്അത്താണോ അതനുസരിച്ചാണ് കൈ ഉയർത്തേണ്ടത്. 3-ാമത്തെ റക്അത്തിലേക്കാണെങ്കിൽ കൈ ചുമലിന് നേരെ ഉയർത്താം. മഗ്രിബിൽ ഇമാമിൻ്റെ നിസ്കാരശേഷം 1 റക്അത്ത് നിസ്കരിക്കാനുള്ളയാൾ കൈ ചുമലിന് നേരെ ഉയർത്തണം. 2 റക്അത്ത് നിസ്കരിക്കുന്നവൻ ചുമലിന് നേരെ ഉയർത്തരുത്. ഇവൻ 2-ാം റക്അത്താണല്ലോ നിസ്കരിക്കുന്നത്. നിസ്കരിക്കുന്നയാൾ എങ്ങോട്ടാണ് നോക്കേണ്ടത്? സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് മാത്രം. തക്ബീർ തുടങ്ങുമ്പോൾ തന്നെ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് ദൃഷ്ടി പതിപ്പിക്കേണ്ടതാണ്. യജമാനനായ റബ്ബിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്, അലസനാവരുത്. നിസ്കാരത്തിൽ മേൽപോട്ട് കണ്ണുയർത്തുന്നത് തെറ്റാണ്. തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം പ്രാരംഭ പ്രാർത്ഥന സുന്നത്തുണ്ട്. അതാണ് വജ്ജഹത്തു. وجهت وجهي للذي فطر السماوات والأرض حنيفا مسلما وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا من المسلمين. സുന്നത്ത് നിസ്കാരങ്ങളിലും വജ്ജഹത്തു സുന്നത്തുണ്ട്. ഇമാമോടുകൂടി നിസ്കരിക്കുന്നവർ ഇമാം റുക്കൂ ചെയ്യും മുമ്പ് ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കില്ല എന്നുണ്ടെങ്കിൽ വജ്ജഹത്തു ഓതരുത്. നിസ്കാരത്തിൻ്റെ 3-ാമത്തെ ഫർളാണ് കഴിവുള്ളവർ നിൽക്കൽ. സ്ഥാനത്തിൽ 3-ാമത്തേതാണെങ്കിലും ക്രമത്തിൽ അത് 1-ാമത്തേതാണ്. നിന്ന് നിസ്കരിക്കാൻ സാധിക്കാത്തയാൾ ഇരുന്ന് നിസ്കരിക്കണം. ഇരുന്ന് നിസ്കരിക്കുന്നവൻ റുക്കൂയിൽ നെറ്റി മുട്ടിൻകാലിനോട് നേരിടും വിധത്തിൽ കുനിയണം. സുജൂദിന് സാധിക്കുമെങ്കിൽ നെറ്റി നിലത്ത് വെച്ച് പിൻഭാഗം ഉയർത്തണം. അതിനു സാധ്യമല്ലെങ്കിൽ റുക്കൂവിനേക്കാൾ കൂടുതൽ കുനിഞ്ഞാൽ മതി. ഊരവേദനക്കാരനായ ഉസ്മാൻ ക 2 സ്റ്റൂളുകൾ പള്ളിയിൽ വാങ്ങിവെച്ചിട്ടുണ്ട്. ജമാഅത്ത് ഒഴിവാക്കാത്ത കക്ഷി കൃത്യസമയത്ത് പള്ളിയിലെത്തി ഇമാമിനോടൊപ്പം ഇരുന്ന് നിസ്കരിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. കുനിയലാണ് പ്രശ്നമെങ്കിൽ ആദ്യമേ ഇരിക്കരുത്. നൃത്തത്തിൽ നിൽക്കുകയും കുനിയേണ്ട സ്ഥലങ്ങളിൽ സ്റ്റൂളിൻ്റെ സാന്നിധ്യം ഉപയോഗിക്കാവുന്നതുമാണ്. ഇരുന്ന് നിസ്കരിക്കാൻ കഴിവില്ലാത്തവർ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നാണ് നിസ്കരിക്കേണ്ടത്. മുഖവും നെഞ്ചും കിബിലയിലേക്കായിരിക്കണം. അതിനും സാധ്യമല്ലെങ്കിൽ മലർന്നു കിടന്ന് നിസ്കരിക്കണം. മുഖവും കാലിൻ്റെ അടിഭാഗവും കിബിലയിലേക്ക് തിരിയണം. മുഖം കിബിലയിലേക്ക് തിരിയാൻ തലക്കു താഴെ ഒരു തലയിണ വെച്ചാൽ മതി. റുക്കുവും സുജൂദുമൊക്കെ കഴിയും വിധം തലകൊണ്ടോ അതിനു സാധ്യമല്ലെങ്കിൽ കൺപോള കൊണ്ടോ സൂചിപ്പിച്ചാൽ മതി. അതിനൊന്നും സാധ്യമാകാത്ത അവസ്ഥയിലായിട്ടുണ്ടെങ്കിൽ നിസ്കാരത്തിൻ്റെ പ്രവൃത്തികൾ മനസ്സിൽ കൊണ്ടുവരേണ്ടതാണ്. വജ്ജഹത്തിനു ശേഷം ഫാത്തിഹയിലേക്ക്. ഇത് 4-ാമത്തെ ഫർള്. ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ലെന്ന് നബിവചനം. എന്നാൽ ഇമാമിനോടൊപ്പം പിന്തിത്തുടർന്നവന് ഫാത്തിഹ ഓതാൻ സമയം ലഭിച്ചില്ലെങ്കിൽ ഇങ്ങനെ തുടരുന്നയാൾ വജ്ജഹത്ത് ഓതാതെ വേഗം ഫാത്തിഹയിലേക്ക് പ്രവേശിക്കണം. ആ റക്അത്തിലെ ഫാത്തിഹ ഇമാം വഹിച്ചുകൊള്ളും. 7 ആയത്തുകളാണ് ഫാത്തിഹയിലുള്ളത്. ബിസ്മിയും അതിൽ പെട്ടതാണ്. ബിസ്മി ഒഴിവാക്കരുത്. 142 അക്ഷരങ്ങളാണ് ഫാത്തിഹയിലുള്ളത്. അതിൽ 14 എണ്ണം ഷദ്ദുകളാണ്. ഷദ് എന്നാൽ 2 അക്ഷരം കൂടുന്നത്. ഇരട്ടക്ഷരങ്ങൾ കൂടിയാൽ 156 അക്ഷരങ്ങളുണ്ടാവും. ഫാത്തിഹ ഓതുമ്പോൾ ഷദ്ദുകളും മദ്ദുകളും മഖ്റജുകളും അഥവാ അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ എല്ലാം ശ്രദ്ധിച്ചു ഓതണം. ശ്രദ്ധിക്കാതെ അർത്ഥവ്യത്യാസം വരും വിധം അക്ഷരങ്ങളോ ഉത്ഭവസ്ഥാനങ്ങളോ മാറ്റിയാൽ നിസ്കാരം ബാത്തിലാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇയ്യാക്ക നഅ്ബുദു എന്നത് ഇയ്യാക്ക നഅ്ബുദു ആവരുത്. ഷദ്ദ് പോകുമ്പോൾ അർത്ഥവ്യത്യാസം സംഭവിക്കുന്നു. അൽ ഹംദു എന്നത് അൽ ഹംദു ആയാലും പ്രശ്നമാണ്. ഹ ഉച്ചരിക്കേണ്ടത് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ്. ഹ ആകുമ്പോൾ തൊണ്ടയുടെ താഴ്ഭാഗത്തു നിന്നുമാണ് വരുന്നത്. ഇത് തെറ്റാണ്. ഈയിടെ ഞാനൊരു സുഹൃത്തുമായി ഫാത്തിയെ സംബന്ധിച്ച് സംസാരിച്ചു. ഓതിയപ്പോൾ ഒരുപാട് പിശകുകൾ, വൈരിൽ മൗലൂബി അലൈഹിം വലല്ലാലീൻ എന്നിവ പറയുമ്പോൾ ലാദ് പലപ്പോഴും പ്രശ്നമാകുന്നു. ലാദിൻ്റെ മഖ്റജ് എവിടെ നിന്നാണ്? പ്രത്യേകം ശ്രദ്ധിക്കണം. നാവിൻ്റെ രണ്ടാലൊരു അരു മേലെ അണപ്പല്ലുകളോട് ചേർത്തി ഉച്ചരിക്കുന്നതാണിത്. നാവ് മുൻപല്ലിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നാണ് സുഹൃത്ത് ഉച്ചരിക്കുന്നത്. അപ്പോൾ ലാദ് ലാ ആയി മാറുന്നു. വലല്ലാലീൻ എന്നാണ് പറയുന്നത്. ഒരു ഉസ്താദിൻ്റെ അരികിലിരുന്ന് ഫാത്തിയ പഠിക്കലാണ് ഏറ്റവും നല്ലത്. പ്രായം കൂടിയെന്ന് അമാന്തിക്കരുത്. ഇത് നമ്മുടെ പരലോകത്തിൻ്റെ പ്രശ്നമാണല്ലോ. ഫാത്തിയ ഓതിക്കഴിഞ്ഞാൽ ആമീൻ ചൊല്ലൽ സുന്നത്തുണ്ട്. നാഥ നീ ഉത്തരം ചെയ്യണേ എന്നാണിതിൻ്റെ അർത്ഥം. ഇമാമിൻ്റെയും മഅ്മൂമുകളുടെയും ആമീൻ ഒന്നിച്ചാവാൻ ശ്രദ്ധിക്കണം. അതിന് പ്രത്യേക കൂലിയുണ്ട്. ആദ്യത്തെ 2 റക്അത്തുകളിൽ ഫാത്തിയയ്ക്ക് ശേഷം ഏതെങ്കിലും സൂറത്തോതൽ സുന്നത്താണ്. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമിൻ്റെ ഓത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ മഅ്മൂം സൂറത്ത് ഓതരുത്. സൂറത്തോതുമ്പോൾ മുസ്ഹഫിലെ ക്രമമനുസരിച്ചാവലും ആദ്യ റക്അത്തിൽ ഓതുന്നത് രണ്ടാമത്തെ റക്അത്തിൽ ഓതുന്നതിനേക്കാൾ ദീർഘിച്ചതാവലും സുന്നത്തുണ്ട്. ഏതൊക്കെ റക്അത്തുകളിലാണ് ഉറക്കെ ഓതേണ്ടത് അതുകൂടി മനസ്സിലാക്കാം. മഗ്രിബ്, ഇശാ എന്നീ നിസ്കാരങ്ങളുടെ ആദ്യത്തെ 2 റക്അത്തുകളിലും സുബ്ഹിയിലും ഒറ്റക്ക് നിസ്കരിക്കുന്നവനും ഇമാമും ഉറക്കെയാണ് ഓതേണ്ടത്. സൂറത്ത് കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി റുക്കൂയിലേക്ക് പോകാം. നിസ്കാരത്തിൻ്റെ 5ാമത്തെ ഫർളാണ് റുക്കൂ ചെയ്യൽ. ഒരാൾ തൻ്റെ 2 കൈവെള്ളകളും കാൽമുട്ടിൽ കുത്തുന്ന വിധം കുനിയുന്നതിനാണ് റുക്കൂ എന്ന് പറയുന്നത്. റുക്കൂയിൽ മുതുകും പിരടിയും സമമാക്കൽ സുന്നത്താണ്. തല കൂടുതൽ തൂക്കിയിടുന്നതും പൊക്കിപ്പിടിക്കുന്നതും ശരിയല്ല. റുക്കൂയിൽ ചൊല്ലേണ്ട ദിക്ർ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി 3 പ്രാവശ്യം ചൊല്ലൽ സുന്നത്തുണ്ട്. റുക്കൂയിൽ നിന്നും നൃത്തത്തിലേക്ക് സമിഅ അല്ലാഹു ലിമൻ ഹമിദഹ് എന്ന് പറഞ്ഞ് വരികയാണ് അടുത്ത പ്രവൃത്തി. റുക്കൂവിൻ്റെ മുമ്പുള്ള അവസ്ഥയിലേക്ക് മടങ്ങുന്നതിനാണ് എഴുത്തിദാൽ എന്ന് പറയുന്നത്. ഇത് 6ാമത്തെ ഫർളാണ്. എഴുത്തിദാലിൽ ചൊല്ലേണ്ട ദിക്ർ ربنا لك الحمد ملء السماوات وملء الأرض وملء ما شئت من شيء بعد. അടുത്തത് സുജൂദാണ്. നിസ്കാരത്തിൻ്റെ 7ാമത്തെ ഫർളാണ് 2 സുജൂദ് ചെയ്യൽ. സുജൂദ് മഹത്തായ ഒരു ആരാധനയാണ്, അള്ളാഹുവിനുള്ള സമ്പൂർണമായ വണക്കം. മനുഷ്യൻ സുജൂദ് ചെയ്യുമ്പോൾ പിശാച് കരഞ്ഞുകൊണ്ട് മാറി നിൽക്കും. അവൻ പറയും, വല്ലാത്തൊരു കഷ്ടം, എൻ്റെ നാശം, എൻ്റെ രക്ഷിതാവ് എന്നോട് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ ഞാൻ ചെയ്തില്ല, അത് കാരണം ഞാൻ നരകാവകാശിയായി. ഈ മനുഷ്യനിത അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് സുജൂദ് ചെയ്യുന്നു, അവന് സ്വർഗവും ലഭിക്കുന്നു. മുസ്ലിം. സുജൂദ് ചെയ്യുമ്പോൾ നെറ്റി മറയരുത്. പുരുഷന്മാരുടെ ടവലും സ്ത്രീകളുടെ മുഖമക്കണയും നെറ്റി മുഴുവൻ മറയുന്നതാവരുത്. മുടിയും നെറ്റിയിലേക്ക് ഇറങ്ങരുത്. സുജൂദിൽ 7 അവയവങ്ങൾ നിലത്ത് വെക്കൽ നിർബന്ധമാണ്. നെറ്റി, 2 കൈവെള്ളകൾ, 2 കാൽമുട്ടുകൾ, 2 കാൽ വിരലുകളുടെ വെള്ളകൾ എന്നിവയാണവ. മൂക്ക് വെക്കൽ സുന്നത്താണ്. സുജൂദിൽ തലയുടെ ഭാഗം താഴുകയും അരക്കെട്ടും പൃഷ്ഠഭാഗങ്ങളും ഉയരുകയും ചെയ്യൽ നിർബന്ധമാണ്. തലയുടെ ഭാരം നിലത്ത് പതിക്കുകയും വേണം.
സ്ത്രീകളുടെ മക്കനെയോ പുരുഷന്മാരുടെ മുണ്ടോ എന്തുമാവട്ടെ, അവനവൻ ചുമന്ന വസ്തുവിന്മേൽ സുജൂദ് ചെയ്താൽ അത് ശരിയാവില്ല. അഥവാ നെറ്റി ഇത്തരം വസ്തുക്കളിൽ വെക്കരുത്. നീണ്ടുകിടക്കുന്ന വസ്ത്രത്തിൻ്റെ തലയോ മറ്റോ അത് തൻ്റെ ചലനം കൊണ്ട് ചലിക്കുന്നില്ലെങ്കിൽ പോലും സുജൂദിൽ നെറ്റിക്കടിയിലേക്ക് വരാൻ പാടില്ല. എന്നാൽ ശരീരവുമായി ഒരു ബന്ധവുമില്ലാത്ത ചവിട്ടി നിൽക്കുന്ന വസ്തുക്കളിന്മേലോ മുന്നിൽ വേറിട്ട് കിടക്കുന്ന ശീലകളിലോ സുജൂദ് ചെയ്യുന്നതിന് വിരോധമില്ല. 2 കാൽമുട്ടുകളും ഒരു ചാൺ അകത്തിവെക്കുകയും 2 കൈകളും ചുമലിൻ്റെ നേരെ കൈത്തണ്ട ഉയർത്തി വിരലുകൾ നിവർത്തി ചേർത്തിപ്പിടിച്ച് കിബിലയിലേക്ക് തിരിച്ചു വെക്കലുമാണ് സുന്നത്ത്. 2 പാദങ്ങളുടെ വിരലുകളുടെ പള്ള കഴിയും വിധം നിലത്ത് ചേർത്ത് ഒരു ചാൺ അകലത്തിൽ തന്നെ വെക്കണം. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് 3 പ്രാവശ്യം സുജൂദിൽ ചൊല്ലൽ സുന്നത്താണ്. പുരുഷൻ സുജൂദ് ചെയ്യുമ്പോൾ അവൻ്റെ തണ്ടം കൈ ഉടലിൽ നിന്നും വയർ കാൽത്തുടയിൽ നിന്നും വേർപ്പെടുത്തി പിടിക്കണം. സ്ത്രീ അവ അടുപ്പിച്ചു വെച്ചുകൊണ്ടാണ് സുജൂദ് ചെയ്യേണ്ടത്. 2 സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തമാണ് ഇനി. ഇത് 8ാം ഫർള്. സുജൂദുകൾക്കിടയിൽ വേർപ്പെടുത്താനാണ് ഈ ഇരുത്തം. ഇഫ്തിറാഷ് ഇരുത്തമാണ് വേണ്ടത്. വലത് കാൽപാദം നാട്ടിവെച്ച് ഇടതുപാദം പരത്തി അതിന്മേലിരിക്കുന്നതിനാണ് ഇഫ്തിറാഷ് എന്ന് പറയുന്നത്. കൈ രണ്ടും കാൽമുട്ടിനോടടുപ്പിച്ച് തുടക്കുമീതേ വെക്കണം. ചൊല്ലേണ്ട ദിക്ർ റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഇനി ഒരു സുജൂദ് കൂടി. 1ാം റക്അത്ത് കഴിഞ്ഞു. ഇതൊന്നും നോൺ സ്റ്റോപ്പായി ചെയ്യാൻ പാടില്ല കേട്ടോ. അനക്കമടങ്ങൽ എന്ന ഒരു ഫർളുണ്ട്, 9ാം ഫർള്. റുക്കൂ, സുജൂദ്, എഴുത്തിദാല്, സുജൂദിനിടയിലെ ഇരുത്തം ഇവയിലെല്ലാം അനക്കമടങ്ങൽ നിർബന്ധമാണ്. അതായത് പ്രവൃത്തിയിൽ നിന്ന് അടുത്ത പ്രവൃത്തിയിലേക്ക് എത്തുമ്പോഴുണ്ടാകുന്ന ശാരീരിക ചലനങ്ങൾ നിൽക്കുക, ഇതാണ് ഉദ്ദേശ്യം. ഒരു റക്അത്ത് കഴിഞ്ഞ് 2ലേക്ക് എഴുന്നേൽക്കുമ്പോൾ ഒരു ഇരുത്തമുണ്ട്. ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തമെന്ന് പറയും. ഒരു സുബ്ഹാനല്ലാ എന്ന് പറയാൻ എത്ര സമയം വേണം അത്രയും നേരം ഇരിക്കുക. ഇരുത്തം നീളരുത് എന്നർത്ഥം. സുജൂദിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്നതിനിടയിലാണ് ഈ ഇരുത്തം. അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് നൃത്തം വരെ നീളുമല്ലോ. ഇനി 2ാം റക്അത്ത്. ഇത് 1ാം റക്അത്ത് പോലെ തന്നെ. ഫാത്തിഹയും സൂറത്തും ഓതുക. ശേഷം റുക്കൂവും സുജൂദുകളും. ഇനി അത്തഹിയാത്താണ്. 3ഓ 4ഓ റക്അത്തുള്ള നിസ്കാരമാണെങ്കിൽ ഇത് ആദ്യത്തെ അത്തഹിയാത്ത് സുന്നത്താണ്. ഇതിൽ ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. അത്തഹിയാത്തിൻ്റെ വാചകം: അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അത്തഹിയാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. ഇത് ഈ അത്തഹിയാത്തിൽ സുന്നത്തും ഒടുവിലത്തെ അത്തഹിയാത്തിൽ നിർബന്ധവുമാണ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد എന്നാണ് സ്വലാത്തിൻ്റെ ചുരുങ്ങിയ രൂപം. നിസ്കാരത്തിൽ നാം നോക്കേണ്ടത് എങ്ങോട്ടാണ്? സംശയമില്ല, സുജൂദിൻ്റെ ഭാഗത്തേക്ക്. അത്തഹിയാത്തിലും അതെ. അത്തഹിയാത്തിനിരിക്കുമ്പോൾ വലത് കൈയിൻ്റെ ചൂണ്ടുവിരൽ താഴ്ത്തി തള്ളവിരലിനോട് ചേർത്ത് പിടിച്ചിരിക്കും, മറ്റു വിരലുകൾ മടക്കിയും. അത്തഹിയാത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്തുമ്പോൾ നൊടിയിടയിൽ ചൂണ്ടുവിരൽ നിവർത്തുന്നു. സ്റ്റഡിയായി നിൽക്കുന്ന ഈ വിരലിലേക്കാണ് ഇനി നോക്കേണ്ടത്. 3ാം റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ വീണ്ടും നോട്ടം സുജൂദിലേക്കാവുന്നു. അവസാനത്തെ അത്തഹിയാത്താണ് 10ാമത്തെ ഫർള്. ഇടതുകാൽ വലതുകാലിനടിയിൽ കൂടി വലത്തോട്ട് പുറപ്പെടുവിച്ച് വലത് കാൽപാദം നാട്ടിവെച്ച് ഇടതുഭാഗത്തേക്ക് പൃഷ്ഠഭാഗം വെച്ച് ഇരിക്കുന്ന രൂപമാണിത്. തവറുക്കിൻ്റെ ഇരുത്തം എന്ന് പറയും. മേൽ അത്തഹിയാത്ത് തന്നെയാണ് ചൊല്ലേണ്ടത്. ഇവിടെ ചൊല്ലൽ നിർബന്ധമാണെന്ന് മാത്രം. വിരൽ നിവർത്തുന്നതുവരെ സുജൂദിൻ്റെ സ്ഥലത്തേക്കും വിരൽ നിവർത്തിയാൽ തീരും വരെ വിരലിലേക്കുമാണ് നോക്കേണ്ടത്. ഒടുവിലെ അത്തഹിയാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലലും നിർബന്ധമാണ്. നിസ്കാരത്തിൻ്റെ 11ാം ഫർളാണിത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ
എന്നാണ് സ്വലാത്തിൻ്റെ ചുരുങ്ങിയ രൂപം. അവസാനത്തെ അത്തഹിയാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൻ്റെ മേൽ സ്വലാത്തു ചൊല്ലൽ സുന്നത്തുണ്ട്. ഇതോടൊപ്പം വ ആലിഹി എന്നുകൂടി ചൊല്ലിയാൽ കുടുംബത്തിൻ്റെ മേലിലുള്ള സ്വലാത്തിൻ്റെ ചുരുങ്ങിയ രൂപമായി. ഈ സ്വലാത്തുകൾ പൂർണ്ണമായി തന്നെ ചൊല്ലാൻ ശ്രദ്ധിക്കണം. അത് ഇപ്രകാരമാണ്: اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഇതിനുശേഷം ചൊല്ലേണ്ട പ്രാർത്ഥന ഇതാണ്: اللهم اغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أسرفت وما أنت أعلم به مني أنت المقدم وأنت المؤخر لا إله إلا أنت اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. ഇനി സലാം വീട്ടുകയാണ്. ഇത് നിസ്കാരത്തിൻ്റെ 13-ാം ഫർള്. 12-ാം ഫർള് അത്തഹിയാത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്തിനും വേണ്ടി ഇരിക്കലാണ്. അവസാനത്തെ അത്തഹിയാത്തിൽ തവറുക്കിൻ്റെ ഇരുത്തമാണ് സുന്നത്തെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഇമാമിനോടൊപ്പം പിന്തിത്തുടർന്നവനും സഹവിൻ്റെ സുജൂദ് ചെയ്യാനുള്ളവനും ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. പിന്തിത്തുടർന്നവൻ അവൻ്റെ അവസാന ഇരുത്തത്തിലാണ് തവറുക്കിൻ്റെ ഇരുത്തം ഇരിക്കേണ്ടത്. സഹവിൻ്റെ സുജൂദ് ചെയ്യാനുള്ളവൻ സുജൂദിൻ്റെ ശേഷമുള്ള ഇരുത്തത്തിലും. ഇരുത്തത്തിൻ്റെ എല്ലാ രൂപങ്ങളും സുന്നത്താണ് കേട്ടോ. അഥവാ രൂപം മാറിപ്പോയാലും നിസ്കാരത്തെ ബാധിക്കില്ല. സലാം വീട്ടും മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ റഷീദിനെ പോലെയാവരുത്. സലാം വീട്ടും മുമ്പ് റഷീദിനൊരു തല താഴ്ത്തലുണ്ട്. എന്നിട്ടാണ് വലത്തോട്ട് തിരിയുക. അത് കഴിഞ്ഞ് ഒന്നുകൂടി തലയാട്ടി ഇടത്തോട്ട് സലാം വീട്ടും. ആരോടോ സമ്മതം ചോദിക്കുന്നത് പോലെ. ഇങ്ങനെ ചെയ്യരുത്. ഇരുന്ന ഇരിപ്പിൽ തല തിരിച്ചാൽ മതി. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ തന്നെ ഫർള് വീടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായി സുന്നത്തുമായി. മയ്യിത്ത് നിസ്കാരത്തിൽ നിന്ന് പിരിയുമ്പോൾ വബറകാത്തുഹു എന്നുകൂടി കൂടുതലാക്കൽ സുന്നത്തുണ്ട്. ഒന്നാമത്തേതിൽ വലതുഭാഗത്തേക്കും രണ്ടാമത്തേതിൽ ഇടതുഭാഗത്തേക്കും മുഖം തിരിക്കൽ സുന്നത്താണ്. സലാം പറയുമ്പോൾ വലതുഭാഗത്തുള്ള മലക്കുകളെയും ജിന്നുകളെയും മനുഷ്യരെയുമൊക്കെ ഉദ്ദേശിക്കാം. ഇടതുഭാഗത്തേക്ക് തിരിയുമ്പോൾ ആ ഭാഗത്തുള്ളവരെയും. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇതോടൊപ്പം ഇമാമിന് മഅ്മൂമുകളെയും കരുതാം. നിസ്കാരത്തിൻ്റെ 14-ാം ഫർള് തർത്തീബാണ്, അഥവാ ക്രമപ്രകാരം കൊണ്ടുവരൽ. നിയ്യത്തും തക്ബീറത്തുൽ ഇഹ്റാമും ക്രമപ്രകാരമായാലും പോരാ, അത് പരസ്പരം അനുയോജിച്ച് തന്നെയാവണം. അഥവാ തക്ബീർ ഉച്ചരിക്കുമ്പോഴും നിയ്യത്ത് മനസ്സിലുണ്ടായിരിക്കണം. നിസ്കാരത്തിൻ്റെ ഫർളുകളെ 3 തരംതിരിക്കാം. 1 ഖൽബിയ്, അഥവാ ഹൃദയത്തിൽ കരുതേണ്ടത്. 1-ാമത്തെ ഫർളായ നിയ്യത്താണിത്. 2 ഖൗലിയ്, അഥവാ വാച ഉണ്ടാവേണ്ടത്. ഫാത്തിഹ, അത്തഹിയാത്ത്, സ്വലാത്ത് എന്നിവ അതിൽപ്പെട്ടതാണ്. 3 ഫെയിലിയ്, അഥവാ പ്രവർത്തിക്കേണ്ടത്. റുക്കൂ, സുജൂദ്, ഇഴ്തിദാൽ തുടങ്ങിയവ ഇതിൽപ്പെടുന്നു. കർമ്മപരമായ ഏതെങ്കിലും ഫർളിനെ മനഃപൂർവ്വം ക്രമം തെറ്റിച്ചാൽ നിസ്കാരം ബാത്തിലാവും. എന്നാൽ വാജായുള്ള ഫർളിനെയാണ് ക്രമം തെറ്റിച്ചതെങ്കിലോ, ഉദാഹരണം ഫാത്തിഹ ഓതേണ്ട സന്ദർഭത്തിൽ അത്തഹിയാത്ത് ഓതി. നിസ്കാരത്തിന് കുഴപ്പമില്ലെങ്കിലും ചൊല്ലിയത് പരിഗണനീയമല്ല. അവിടെ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. സലാം വീട്ടിയ ഉടൻ എഴുന്നേൽക്കരുത്. ദിക്റും ദുആയുമുണ്ട്, അത് കഴിഞ്ഞിട്ട് മതി സുന്നത്ത് നിസ്കാരം. ജൂതന്മാരെ പോലെ നിങ്ങൾ ഗ്യാപ്പില്ലാതെ അടുത്ത നിസ്കാരത്തിലേക്ക് പോവരുത് എന്ന അർത്ഥത്തിൽ നബിവചനമുണ്ട്. നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്ന്, അഥവാ മുസല്ല, തെറ്റാതെ ഇരിക്കൽ പുണ്യമാണ്. ഇരിക്കുന്ന സമയമത്രയും മലക്കുകളുടെ പ്രാർത്ഥന നമുക്കുണ്ടാവും. ചില ആളുകളുണ്ട്, സലാം വീട്ടേണ്ട താമസമേയുള്ളൂ, മൂട്ട കടിച്ചതുപോലെ അവർ മാറിയിരിക്കുന്നത് കാണാം. ഇത് പുണ്യം നഷ്ടപ്പെടുത്തലാണെന്ന് ഓർക്കുമല്ലോ. സലാം വീട്ടിയ ഉടൻ
അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അൽ ഖദീം അൽ കരീം അർ റഹീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ വ ഖത്തിയത്തിൻ വ അതൂബു ഇലൈഹി വസ്സലൂ തൗബ اللهم أنت السلام ومنك السلام وإليك يرجع السلام حينا ربنا بالسلام وادخلنا برحمتك دار السلام تباركت ربنا وتعاليت يا ذا الجلال والإكرام اللهم لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد اللهم أعني على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك وإيمانك يا الله എന്നുള്ള ദിക്റുകൾ ആയത്തുൽ കുർസിയുടെ ശേഷം സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം, ശേഷം അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി വബിഹംദി ബുക്റതൻ വഅസീല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ചൊല്ലി അനന്തരം ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 പ്രാവശ്യം. ഇനി ദുആയാവാം. നിസ്കാരശേഷമുള്ള ദുആക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഹദീസിലുണ്ട്. എന്തും ചോദിക്കാം. എങ്കിലും സമയബന്ധിതമായ ചില പ്രത്യേക ദുആകളുണ്ട്. ഏത് ദുആക്കും മുമ്പ് ഹംദും സ്വലാത്തും വേണം. അവസാനവും അതെ, സ്വലാത്തു കൊണ്ടാണ് അവസാനിപ്പിക്കേണ്ടത്. ഇനി സുന്നത്ത് നിസ്കാരങ്ങളെക്കുറിച്ച് പറയാം. വുളൂ എടുത്ത ശേഷം 2 റക്അത്ത് സുന്നത്തുണ്ട്. വുളൂവിന് ശേഷമുള്ള 2 റക്അത്ത് എന്നാണ് പ്രത്യേകം കരുതേണ്ടത്. പള്ളിയിൽ കയറിയാൽ ഇരിക്കും മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട്. ഇതാണ് തഹിയ്യത്ത് നിസ്കാരം. ഇരുന്നാൽ ഇതിൻ്റെ അവസരം നഷ്ടപ്പെട്ടു. വെള്ളിയാഴ്ച പള്ളിയിൽ വന്നപ്പോൾ ഇമാം ഖുതുബ ഓതുകയാണ്. എങ്കിൽ തഹിയ്യത്ത് മാത്രം നിസ്കരിക്കാം, മറ്റൊന്നും പറ്റില്ല. തഹിയ്യത്ത് പള്ളിയിൽ നിന്ന് മാത്രമേ ആകാവൂ. ചെരുവും മറ്റും പറ്റില്ല. തിരക്കേറിയ ചില പള്ളികളിൽ ഇമാം ഖുതുബ ഓതിക്കൊണ്ടിരിക്കെ ചിലർ മുറ്റത്ത് നിന്ന് സുന്നത്ത് നിസ്കരിക്കുന്നത് കാണാം. ഇത് ഏത് നിസ്കാരമാണാവോ? അല്ലാഹു അഅലം. റവാത്തിബ് നിസ്കാരം പരമാവധി നാം പതിവാക്കുക. ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമായി നിർവഹിക്കപ്പെടുന്ന സുന്നത്ത് നിസ്കാരങ്ങൾക്കാണ് റവാത്തിബ് എന്ന് പറയുന്നത്. തുടർന്ന് വരുന്നത് എന്നാണ് റവാത്തിബിൻ്റെ അർത്ഥം. ളുഹറിൻ്റെ മുമ്പ് 4 റക്അത്തുണ്ട്. ഈ 2 റക്അത്തായിട്ടാണ് നിർവഹിക്കേണ്ടത്. ളുഹറിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു എന്നാണ് നിയ്യത്ത്. ളുഹറിൻ്റെ ശേഷമുള്ള 2 റക്അത്ത് എന്നാണ് ശേഷം നിർവഹിക്കുന്നതിന് കരുതേണ്ടത്. ളുഹറിൻ്റെ ശേഷവും 4 റക്അത്തുണ്ട്. അസറിൻ്റെ മുമ്പ് 4, മഗ്രിബിൻ്റെ മുമ്പ് 2, മഗ്രിബിൻ്റെ ശേഷം 2, ഇശാക്ക് മുമ്പും ശേഷവും 2, സുബഹിക്ക് മുമ്പ് 2 എന്നിങ്ങനെയാണ് സുന്നത്തുള്ളത്. ഇവയിൽ വളരെ പ്രാധാന്യമുള്ളത് ഇങ്ങനെ: ളുഹറിൻ്റെ മുമ്പ് 2, ശേഷം 2, മഗ്രിബിൻ്റെ ശേഷം 2, ഇശാക്ക് ശേഷം 2, സുബഹിക്ക് മുമ്പ് 2 എന്നിങ്ങനെയാണ്. മറ്റൊരു സുന്നത്ത് നിസ്കാരമാണ് വിത്ർ നിസ്കാരം. എല്ലാ ദിവസവും ഇശാ നിസ്കാരത്തിന് ശേഷം ഇത് സുന്നത്തുണ്ട്. ചുരുങ്ങിയത് 1 റക്അത്തും കൂടിയാൽ 11 ഇതിനിടയിൽ എത്രയും നിസ്കരിക്കാം. ഒറ്റയായ എണ്ണത്തിൽ അവസാനിപ്പിക്കണമെന്ന് മാത്രം. 2 റക്അത്തുകൾ വീതം നിസ്കരിച്ച് സലാം വീട്ടി 1 റക്അത്ത് കൂടി നിസ്കരിക്കുകയാണ് വേണ്ടത്. വിത്ർ നിസ്കാരം 2 റക്അത്ത് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു എന്നാദ്യം നിയ്യത്ത് ചെയ്യുക. 1 റക്അത്ത് നിസ്കരിക്കുമ്പോൾ വിത്ർ നിസ്കാരം 1 റക്അത്ത് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് കരുതുക. 3 റക്അത്തുകളെയും ചേർത്ത് നിസ്കരിക്കാമെങ്കിലും വേർപ്പെടുത്തി നിസ്കരിക്കുന്നതാണ് ഉത്തമം. ഇശാ നിസ്കരിച്ച ശേഷം സുബിഹി വരെയാണ് വിത്റിൻ്റെ സമയം. തഹജ്ജുദ് നിസ്കരിക്കുന്നവർ അതിന് ശേഷമാണ് വിത്ർ നിസ്കരിക്കേണ്ടത്. ആ പ്രതീക്ഷയില്ലാത്തവർ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ വിത്ർ നിർവഹിക്കണം. 3 റക്അത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതേണ്ട സൂറത്തുകൾ: 1-ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സബ്ബിഹിസ്മ, 2-ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറൂന, 3-ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദതൈനിയും. 3-നേക്കാൾ കൂടുതൽ നിസ്കരിക്കുന്നവർ അവസാനത്തെ 3 റക്അത്തിൽ ഇവ ഓതിയാൽ മതിയാകും. മറ്റൊരു സുന്നത്ത് നിസ്കാരമാണ് ളുഹാ നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു: നിങ്ങളുടെ ഓരോ സന്ധികൾക്കും സ്വതക്കയുണ്ട്. സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ അത് സ്വതക്കയാണ്. അൽഹംദുലില്ലാ എന്നതും അല്ലാഹു അക്ബർ എന്നതും സ്വതക്കയാണ്. നന്മ കൊണ്ട് കൽപ്പിക്കലും തിന്മ വിരോധിക്കലും സ്വതക്കയാണ്. ളുഹാ സമയത്ത് 2 റക്അത്ത് നിസ്കരിക്കുന്നത് ഇതിൻ്റെ എല്ലാം സ്ഥാനത്ത് നിൽക്കുന്നു. മുസ്ലിം. സൂര്യൻ ഉദിച്ച ശേഷം ഇതിൻ്റെ സമയം തുടങ്ങി. ഒരു കുന്തത്തിൻ്റെ ഖദറ് കണ്ട് ഉയർന്നാൽ എന്ന് കിതാബുകളിൽ കാണാം. ഉച്ചവരെ സമയം നീണ്ടു നിൽക്കുന്നു. ചുരുങ്ങിയത് 2 റക്അത്താണ്.
2 റക്കഅത്ത് ളുഹാ നിസ്കാരം നിർവഹിക്കുന്നു എന്നാണ് നിയ്യത്ത്. കൂടിയാൽ 8 റക്കഅത്തും. എല്ലാ ഈ 2 റക്കഅത്തുകളിലും സലാം വീട്ടൽ സുന്നത്തുണ്ട്. മറ്റൊരു സുന്നത്ത് നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. ഞാൻ അറിഞ്ഞിരിക്കേണ്ട ഒരു നിസ്കാരമാണിത്. ആയസിൽ ഒരിക്കലെങ്കിലും നിർവഹിക്കേണ്ടതാണ് തസ്ബീഹ് നിസ്കാരം. സുന്നത്താണ്. സാധാരണ പോലെ 4 റക്അത്താണിത്. ഇടക്ക് തസ്ബീഹുകൾ വർദ്ധിപ്പിക്കണമെന്ന് മാത്രം. ഒരു റക്അത്തിൽ 75 തസ്ബീഹ് ചൊല്ലണം. ആകെ 300 തസ്ബീഹ്. തസ്ബീഹ് നിസ്കാരം 4 റക്അത്ത് നിർവഹിക്കുന്ന നിയ്യത്തോടെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക. ഓരോ റക്അത്തിലും ഫാത്തിഹയ്ക്കും സൂറത്തിനും ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് 15 പ്രാവശ്യം ചൊല്ലുക. പിന്നെ റുക്കൂയിലും ഇഴ്തിദാലിലും സുജൂദിലും സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിലും 2ാം സുജൂദിലും അതിൽ നിന്ന് എഴുന്നേറ്റുള്ള ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിലും മേൽ പറഞ്ഞ തസ്ബീഹ് 10 പ്രാവശ്യം പ്രത്യേകം ചൊല്ലുക. അപ്പോൾ ഒരു റക്അത്തിൽ 75 2 റക്അത്ത് കഴിഞ്ഞുള്ള ആദ്യത്തെ അത്തഹിയാത്തിലും കൂടി, അതുപോലെ അവസാന അത്തഹിയാത്തിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സാധിക്കുമെങ്കിൽ ദിനേന തസ്ബീഹ് നിസ്കാരം നിർവഹിക്കുക. കഴിയില്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ, അതിനും ബുദ്ധിമുട്ടാണെങ്കിൽ വർഷത്തിലൊരിക്കൽ, കഴിയാതെ വന്നാൽ ആയുസ്സിൽ ഒരിക്കലെങ്കിലും. അബൂദാവൂദ്. ഇനി ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. കഴിവതും ജമാഅത്തായി നിസ്കരിക്കാൻ തന്നെ നാം ശ്രദ്ധിക്കേണ്ടതാണ്. തനിയെ നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമാണിതിന്. തയ്യാറെടുപ്പും സഹനശക്തിയുമുണ്ടെങ്കിൽ എല്ലാ നേരവും ഈ പ്രതിഫലം നേടാം. നിയ്യത്തിൽ ഇമാമിനോടൊപ്പം എന്ന് പ്രത്യേകം കരുതണം. ഇമാമാണെങ്കിൽ ഇമാമായി നിസ്കരിക്കുന്നു എന്നും. ഒരാൾ മാത്രമാണ് മഅ്മൂമെങ്കിൽ ഇമാമിൻ്റെ വലതുഭാഗത്താണ് നിൽക്കേണ്ടത്. രണ്ടാമത് വരുന്നയാൾ ആദ്യത്തെയാളെ പിടിച്ച് താഴേക്കാക്കുകയല്ല ചെയ്യേണ്ടത്, ഇടതുഭാഗത്ത് നിൽക്കുക. തക്ബീർ ചൊല്ലിയ ശേഷം 2 പേരും ഒരുമിച്ച് താഴേക്കിറങ്ങി നിൽക്കുക. ഇതാണ് ശരിയായ രീതി. ഇമാമിൻ്റെ മടമ്പുകാലിനേക്കാൾ മഅ്മൂം മുന്താതിരിക്കലും തുടർച്ച സാധുവാകാനുള്ള നിബന്ധനയാണ്. ഇമാം നിൽക്കുന്ന സ്ഥലത്തിന് മുകളിലായാലും താഴെയായാലും മഅ്മൂം ഇമാമിൻ്റെ മുമ്പിലാവാൻ പാടില്ല. ഒപ്പം നിൽക്കുന്നതിന് വിരോധമില്ല, പക്ഷേ കറാഹത്താണ്. ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടേണ്ടതും തുടർച്ചയുടെ നിബന്ധനയിൽപ്പെടുന്നു. 2 പേരും പള്ളിയിലാണെങ്കിൽ പള്ളി എത്ര വിശാലമാണെങ്കിലും ഒരു സ്ഥലത്ത് തന്നെയാണ്. എന്നാൽ ഒരാൾ പള്ളിക്ക് പുറത്താണെങ്കിൽ ഇമാമിലേക്ക് എത്താനുള്ള മാർഗം സുഗമമായിരിക്കേണ്ടതാണ്. ദൂരസ്ഥലത്തുള്ള ഇമാമിനെ ടെലിവിഷനിൽ കണ്ടാൽ മതിയാവില്ല. കർമ്മപരമായ ഒരു ഫർള് കൊണ്ട് മനഃപൂർവ്വം ഇമാമിനേക്കാൾ മഅ്മൂം മുന്തൽ ഹറാമാണ്. 2 ഫർള് കൊണ്ട് മുന്തിയാൽ നിസ്കാരം ബാത്തിലായതു തന്നെ. ഇമാമിൻ്റെ പിന്നിലായിട്ടാണ് മഅ്മൂം കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഫർളുകളിലും സുന്നത്തുകളിലുമെല്ലാം മഅ്മൂം ഇമാമിനോട് പിൻപറ്റണം. ഇമാം ഏതെങ്കിലും സുന്നത്ത് ഒഴിവാക്കിയാൽ മഅ്മൂമിന് അത് ചെയ്യാമോ? അത് ചെയ്യാൻ വേണ്ടി ജമാഅത്തിൻ്റെ രൂപത്തിൽ വൈകൃതം തോന്നിപ്പിക്കും വിധം വിഘടിച്ച് നിൽക്കാൻ പാടില്ല. ഇമാം 1ാം അത്തഹിയാത്ത് ഓതാതെ എഴുന്നേറ്റു എന്നിരിക്കട്ടെ, എന്നാൽ മഅ്മൂമും എഴുന്നേൽക്കണം. മഅ്മൂം ഇരിക്കുക, ഇമാം നിൽക്കുക എന്ന അവസ്ഥയുണ്ടാകുന്നത് അലങ്കോലമാണ്. മഅ്മൂം ആ സുന്നത്ത് ഒഴിവാക്കി ഇമാമിനോടൊപ്പം ചേരുകയാണ് വേണ്ടത്. നിസ്കാരത്തിൽ ഇമാം ഓത്തിൻ്റെ സുജൂദിലേക്ക് പോകുമ്പോൾ മഅ്മൂം പോകാതെ നിന്നാൽ, ഇമാം പോകാതെ മഅ്മൂം പോയാലും തുടർച്ച മുറിഞ്ഞത് തന്നെ. രൂപവൈകൃതമുണ്ടാകാത്ത വിധം വളരെ പെട്ടെന്ന് മഅ്മൂമിന് ആ സുന്നത്ത് ചെയ്തു തീർക്കാൻ പറ്റുമെങ്കിൽ ഇമാം ചെയ്തില്ലെങ്കിലും മഅ്മൂമിന് ചെയ്യാവുന്നതാണ്. സുബ്ഹിയിൽ കുനൂത്ത് ഓതാൻ ഇമാം മറന്നുവെന്നിരിക്കട്ടെ, മഅ്മൂം ഇമാമിനെ അനുഗമിക്കുക. അനുഗമിക്കാതെ കുനൂത്ത് ഓതാൻ നിൽക്കുകയാണെങ്കിൽ ഇമാമുമായി മനസ്സുകൊണ്ട് വേർപിരിയേണ്ടതാണ്. ഇനി കുനൂത്ത് ഓതാതെ ഇമാമിനെ അനുഗമിച്ചതാണെങ്കിലോ, ഇമാം സഹവിൻ്റെ സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ചെയ്യുന്നില്ലെങ്കിൽ ഇമാമിനോട് വേർപിരിഞ്ഞ് മഅ്മൂമിന് സഹവിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. കുനൂത്ത് ഓതാത്ത ഇമാമിനെയാണ് തുടർന്നതെങ്കിലോ, കുനൂത്തിൻ്റെ സമയത്ത് തന്നെ റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബന്നാർ എന്ന് ചൊല്ലിയാൽ കുനൂത്തിൻ്റെ അടിസ്ഥാന സുന്നത്ത് ലഭിക്കും, തുടർച്ച മുറിയുകയുമില്ല. ഇമാമിൻ്റെ നീക്കങ്ങൾ അറിയലും തുടരൽ സാധുവാകാനുള്ള നിബന്ധനയാണ്. ഇമാമിനെ കാണുക, ശബ്ദം കേൾക്കുക, അണികളുടെ ചലനം അറിയുക തുടങ്ങിയവയിലൂടെ ഇത് സാധ്യമാകും. ഫാത്തിഹ ഓതാതെ തന്നെ മഅ്മൂമിൻ്റെ റക്അത്ത് സഫലമാകുന്നത് എപ്പോഴാണ്? ഇമാമിനോടൊപ്പം പിന്തുടർന്ന മസ്ബൂക്ക്
ഒന്നാം റക്കഅത്തിൽ അവന് ഫാത്തിഹ ഓതാനുള്ള സാവകാശം കിട്ടിയില്ലെങ്കിൽ ഇമാമിനോടൊപ്പം റുക്കൂ കിട്ടിയാൽ മതി. റുക്കൂവും കിട്ടിയില്ലെങ്കിൽ റക്കഅത്ത് കിട്ടില്ല. ജുമഅക്ക് വൈകിയെത്തുന്നവർ ഓർക്കുക, രണ്ടാം റക്കഅത്തിൽ ഇമാമിനോടൊപ്പം റുക്കൂ എങ്കിലും കിട്ടിയാൽ ഇമാം സലാം വീട്ടിയ ശേഷം ഒരു റക്കഅത്ത് നിസ്കരിച്ചാൽ മതി. റുക്കൂ കിട്ടിയില്ലെങ്കിൽ ഈ ആനുകൂല്യം ലഭിക്കില്ല. ഇതിനു ശേഷം തുടരുന്നവർ ഇമാം സലാം വീട്ടിയാൽ 4 റക്കഅത്ത് നിസ്കരിക്കണം. ജുമഅ 2 റക്കഅത്ത് എന്ന നിയ്യത്ത് തന്നെയാണ് ഇവരും കരുതേണ്ടത്. യാത്രക്കാരൻ്റെ നിസ്കാരത്തെക്കുറിച്ച് പറയാം. യാത്രയുടെ പേരിലാണെങ്കിലും നിസ്കാരം ഖളാ ആക്കാൻ പാടില്ല. അവർക്ക് ചില ആനുകൂല്യങ്ങൾ ഇസ്ലാം നൽകുന്നുണ്ട്. ഉദ്ദിഷ്ട സ്ഥലത്തേക്കുള്ള ദൂരം 132 കിലോമീറ്ററെങ്കിലും വേണം. ളുഹ്ർ, അസർ എന്നീ നിസ്കാരങ്ങളെയും മഗ്‌രിബ്, ഇശാ എന്നിവയെയും 2-1 സമയത്ത് ഒരുമിച്ച് നിർവഹിക്കുന്നതിനാണ് ജംഅ് എന്ന് പറയുന്നത്. 4 റക്കഅത്തുള്ള നിസ്കാരങ്ങളെ 2 റക്കഅത്തായി ചുരുക്കി നിർവഹിക്കുന്നതിനാണ് ഖസ്ർ എന്ന് പറയുന്നത്. ഇസ്ലാം വിരോധിച്ച കാര്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവന് ഈ ആനുകൂല്യം ലഭിക്കില്ല. താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അതിർത്തി വിടണം എന്ന നിബന്ധനയുമുണ്ട്. കരിപ്പൂരിലേക്ക് പോകുന്ന ഒരാൾ ളുഹ്റിൻ്റെ സമയമായിട്ടാണ് പുറപ്പെടുന്നതെങ്കിൽ വീട്ടിൽ നിന്ന് ളുഹ്ർ നിസ്കരിക്കുമ്പോൾ അസറിനെ ജമ്മാക്കാൻ കഴിയില്ല. നാടിൻ്റെ പരിധി കഴിഞ്ഞ് ഒന്നിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ ളുഹ്റും അസറും ജമ്മും കസറുമാക്കാം. 2 റക്കഅത്ത് ളുഹ്റും 2 റക്കഅത്ത് അസറും. 4 റക്കഅത്ത് കൊണ്ട് കാര്യം കഴിഞ്ഞു. രണ്ടിനെയും ളുഹ്റിൻ്റെ സമയത്ത് നിസ്കരിക്കുകയാണെങ്കിൽ മുന്തിച്ച് ജമ്മാക്കുക എന്നും അസറിൻ്റെ സമയത്താണെങ്കിൽ പിന്തിച്ച് ജമ്മാക്കുക എന്നും പറയും. മഗ്‌രിബിൻ്റെയും ഇശാഇൻ്റെയും കാര്യവും ഇങ്ങനെ തന്നെ. പിന്തിച്ച് ജമ്മാക്കുന്നവർ ആദ്യ നിസ്കാര സമയം കഴിയും മുമ്പേ പിന്തിച്ച് ജമ്മാക്കുന്ന കാര്യം മനസ്സിൽ കരുതണം. 4 ദിവസം ഒരു സ്ഥലത്ത് താമസിക്കാൻ കരുതിയാൽ അവൻ്റെ യാത്ര അവസാനിച്ചതായി കണക്കാക്കും. ഉദാഹരണത്തിന്, ബോംബെയിലെത്തിയ ഒരാൾ കാര്യം നേടാൻ 4 ദിവസം താമസിക്കണമെന്ന് ആദ്യമേ അറിഞ്ഞാൽ അവന് ജമ്മും കസറും പറ്റില്ല. അതേസമയം എപ്പോൾ കാര്യം നടക്കുമെന്നറിയില്ല, ഏത് നിമിഷവും ശരിയാവാം. ഇങ്ങനെയൊരു പ്രതീക്ഷയിലാണെങ്കിൽ 18 ദിവസം വരെ കസറാക്കാവുന്നതാണ്. ശേഷം പറ്റില്ല. മുന്തിച്ച് ജമ്മാക്കുമ്പോൾ നിസ്കരിക്കുന്ന ജോഡികളിലെ ആദ്യത്തെ നിസ്കാരം ഏതാണോ അത് തന്നെ ആദ്യം നിർവഹിക്കണം. ളുഹ്റും അസറുമാണ് ജമ്മാക്കുന്നതെങ്കിൽ ആദ്യം ളുഹ്ർ നിസ്കരിക്കണം. പിന്തിച്ച് ജമ്മാക്കുമ്പോൾ ളുഹ്റിനെ പിന്തിച്ചാലും കുഴപ്പമില്ല. ഇങ്ങനെ ആദ്യ നിസ്കാരം നിർവഹിക്കുമ്പോൾ അത് തീരും മുമ്പായി രണ്ടാമത്തെ നിസ്കാരത്തെ ജംആക്കുന്നു എന്ന് കരുതിക്കൊള്ളണം. ആദ്യ നിയ്യത്തിൽ തന്നെ ഈ ഉദ്ദേശമുണ്ടായിരിക്കുന്നത് ഉത്തമമാണ്. രണ്ടാമത്തെ നിസ്കാരത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി യാത്ര തീർന്നാൽ ജമ്മ് അനുവദനീയമല്ല. 2 നിസ്കാരങ്ങൾക്കിടയിൽ കൂടുതൽ സമയം ദൈർഘ്യമുണ്ടാവരുത്. സുബ്ഹിയെ ജമ്മും കസറും ആക്കാൻ പറ്റില്ല. ഇനി മയ്യിത്ത് നിസ്കാരം. ഇപ്പോഴും മയ്യിത്ത് നിസ്കാരത്തെക്കുറിച്ച് അറിയാത്തവരുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമുണ്ടല്ലേ? എന്നാൽ സത്യം അതാണ്. ഇത് ജയ്സൽ. ബാപ്പയുടെ മയ്യത്ത് പള്ളിയിലേക്കെടുത്ത് എല്ലാവരും സ്വഫായി നിന്നിട്ടും ജയ്സൽ ഹൗലിങ്കിൽ നിന്ന് പരുങ്ങുകയാണ്. എന്താണ് കാരണമെന്ന് പറയേണ്ടതില്ലല്ലോ. ജയ്സലിൻ്റെ ഗതി നമുക്ക് വരാതിരിക്കാൻ മയ്യിത്ത് നിസ്കാരം പഠിക്കുന്നത് വളരെ നല്ലതാണ്. ഏത് നിമിഷവും ഇതിൻ്റെ ആവശ്യം വരാം. മയ്യിത്ത് പുരുഷനാണെങ്കിൽ തലഭാഗത്തും സ്ത്രീയാണെങ്കിൽ ഉദരത്തിൻ്റെ ഭാഗത്തുമാണ് ഇമാം നിൽക്കേണ്ടത്. ആദ്യമായി നിയ്യത്ത്. ഈ മയ്യത്തിൻ്റെ മേൽ ഫർളായ നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു. നിയ്യത്തോടെ തക്ബീറത്തുൽ ഇഹ്റാം ഉച്ചരിച്ച് കൈകെട്ടുന്നു. ഇത് മയ്യിത്ത് നിസ്കാരത്തിലുള്ള 1-ാം തക്ബീർ. ഇങ്ങനെ 4 തക്ബീറുകളാണ് മയ്യിത്ത് നിസ്കാരത്തിലുള്ളത്. 1-ാം തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതുക. 2-ാം തക്ബീറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. ചുരുങ്ങിയത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ. പൂർണ്ണ സ്വലാത്ത് ഞാൻ മത്തഹിയാത്തിൽ ഓതുന്ന ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലൽ ഉത്തമമാണ്. 3-ാം തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഇവിടെയാണ് പലരും അങ്കലാപ്പിലാവാറുള്ളത്. അല്ലാഹുമ്മ ഗഫിർ ലഹു എന്നെങ്കിലും മറക്കാതിരിക്കുക. ഇത് ചൊല്ലിയാൽ ബാധ്യത വീടി. പൂർണ്ണമായ പ്രാർത്ഥന ഇതാണ്: اللهم اغفر له وارحمه واعف عنه وأكرم نزله ووسع مدخله واغسله بالماء والثلج والبرد ونقه من الخطايا كما ينقى الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وأدخله الجنة وأعذه من عذاب القبر
ومن فتنته ومن عذاب النار. നാലാം തക്ബീറിന് ശേഷം ചൊല്ലൽ സുന്നത്തായ ദുആ. اللهم لا تحرمنا أجره ولا تفتنا بعده واغفر لنا وله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ചൊല്ലാൻ അറിയാത്തവർ നാലാം തക്ബീറിന് ശേഷം സലാം വീട്ടിയാൽ മതി. എങ്കിലും ചൊല്ലാൻ പഠിക്കുക. ഇനി സലാം വീട്ടൽ. വലതുഭാഗത്തേക്ക് തലതിരിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് തന്നെ ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞും ചൊല്ലുക. മറഞ്ഞ മയ്യത്താണെങ്കിൽ ഇന്നാലിൻ്റെ മയ്യത്തിൻ്റെ മേൽ ഞാൻ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഇമാം നിസ്കരിക്കുന്ന മയ്യത്തിൻ്റെ മേൽ നിസ്കരിക്കുന്നു എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു എന്നൊക്കെ ചൊല്ലുന്നത് മയ്യത്ത് പുരുഷനാണെങ്കിലാണ്. സ്ത്രീയാണെങ്കിൽ അല്ലാഹുമ്മ ഗഫിർ ലഹ വർഹംഹ എന്ന്. രണ്ടു പേർക്കാണ് നിസ്കരിക്കുന്നതെങ്കിൽ അല്ലാഹുമ്മ ഗഫിർ ലഹുമ വർഹംഹുമ എന്നിങ്ങനെയും, രണ്ടിലധികം മയ്യത്തുകൾക്കാണെങ്കിൽ അല്ലാഹുമ്മ ഗഫിർ ലഹും വർഹംഹും എന്നിങ്ങനെയാണ് ചൊല്ലേണ്ടത്. ഓർത്തുവെക്കാൻ ചില മസ്അലകൾ. 3 പ്രാവശ്യം തുടർച്ചയായി അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാവും. അവിടെയും ഇവിടെയും ചൊറിഞ്ഞും മാന്തിയും നിന്നാൽ കാര്യം അപകടം തന്നെ. മൊബൈൽ റിങ് ചെയ്യുമ്പോൾ ബേജാറോടെ അത് ഓഫാക്കാൻ എടുക്കുമ്പോഴും അക്കിടി പറ്റാറുണ്ട്. സെഫിൽ നിന്ന് മുന്നോട്ടോ പിന്നോട്ടോ നീങ്ങി നിൽക്കുമ്പോഴും ശ്രദ്ധിക്കുക. ഒരു കാലടി വെച്ച് അതിൻ്റെ അനക്കം അടങ്ങിയ ശേഷം അടുത്ത കാൽ വെക്കുക. 3 പ്രാവശ്യം തുടർച്ചയായി അനക്കം അടങ്ങാതെ വെച്ചാൽ നിസ്കാരം ബാത്തിലാവും. അനക്കം അടങ്ങിയാണ് വെക്കുന്നതെങ്കിൽ എത്ര കാലടിയും വെക്കാം. സ്ത്രീകൾ നിസ്കരിക്കുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്ത്രീകളുടെ ഇമാം നിൽക്കേണ്ടത് പുരുഷന്മാരെ പോലെയല്ല. 1-ാം സഫിൻ്റെ മധ്യത്തിൽ അല്പം മുന്തിയാണ് ഇമാം നിൽക്കേണ്ടത്. മുഖമക്കന ധരിക്കുമ്പോൾ ചിലർ കഴുത്ത് വെളിവാക്കാറുണ്ട്. ഇത് തെറ്റാണ്. മുഖത്തിൻ്റെ പരിധി താടിയെല്ലിൻ്റെ അറ്റം വരെയാണല്ലോ. കഴുത്തിൻ്റെ ഭാഗങ്ങൾ വെളിവാകാതെ നോക്കണം. സമിയല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് കൈ ഉയർത്തുമ്പോൾ മുൻകൈയിൻ്റെ ഭാഗത്തു നിന്ന് നിസ്കാരക്കുപ്പായം താഴേക്കിറങ്ങാറുണ്ട്. തണ്ടൻ കൈ കാണുന്നു. ഔറത്താണിത്. ഇങ്ങനെ വെളിവായാൽ നിസ്കാരം ബാത്തിലാണ്. മുൻകൈയിൻ്റെ ഭാഗം ബട്ടണോ മറ്റോ കൊണ്ട് ഭദ്രമാക്കേണ്ടതാണ്. സുജൂദ് ചെയ്യുമ്പോൾ കാൽ ഒരിക്കലും പുറത്ത് കാണരുത്. നിസ്കാരക്കുപ്പായത്തിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കണം. സ്ത്രീകൾക്ക് ഇമാമായി സ്ത്രീക്ക് നിൽക്കാം. മഅ്മൂമുകളിൽ പുരുഷന്മാരുണ്ടെങ്കിൽ കുട്ടികളാണെങ്കിൽ പോലും സ്ത്രീക്ക് ഇമാമാവാൻ പറ്റില്ല. പരിപൂർണമായ രീതിയിൽ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.